നല്ലൊരു ക്ലാസ്സാണ് ക്രിസ്റ്റീന മാഡം നമുക്ക് തന്നതില്ലേ. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ക്രിസ്റ്റീന മാഡത്തിൻ്റെ പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കേൾക്കുന്നത്. മാഡം കോഴിക്കോട് പ്രോഗ്രാമിന് വന്ന സമയത്ത് ഞാൻ കോഴിക്കോടിന് പുറത്തായിരുന്നു. അതുകൊണ്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു നല്ലൊരു തിരിച്ചറിവാണ് തന്നത്. അതേപോലെ ഈ ഒരു സുലഭിൽ എൻ്റെ ഒരു പ്രോഗ്രാം വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു റെക്കഗ്നേഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ കാണുന്നത്. കാരണം കോഴിക്കോട് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പൈസാറും ഞാനായിട്ട് വളരെ നല്ലൊരു ബന്ധമായിരുന്നു. ആ ഒരു ഓർമ്മ നമ്മളെല്ലാവരെയും മനസ്സിലുണ്ട്. അതേപോലെ ഞാനും ഓർക്കുകയാണ് ഹൃദയപൂർവ്വം തന്നെ. കാരണം വണ്ടർ വേൾഡിൽ പിൽവാരയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ പർച്ചേസിന് പോകുന്ന സമയത്ത് സാറിനെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ സാർ പുറത്തായിരുന്നു. ഞാൻ എൻ്റെ പേരറിയാൻ നേരിട്ട് കാണാത്ത ആളുകളുണ്ട് അവിടെ. കുറെ കൂടുതൽ ആളുകളും എന്നെ കാണാത്ത ആളുകളാണ്. കോഴിക്കോടാണ് എൻ്റെ സ്വദേശം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന വലിയൊരു സിറ്റിയാണ് അല്ലേ. കോഴിക്കോട് നിന്ന് പിന്നെ 20 കിലോമീറ്റർ പോകണം എൻ്റെ നാട്ടിലേക്ക്. അവിടെ ഇരുന്ന ഒരു സാധാ വീട്ടമ്മ വീടിന്റെ മുറ്റത്തേക്ക്, അതല്ലെങ്കിൽ വീടിനപ്പുറത്തൊരു 4 ബസ് സ്റ്റോപ്പിനപ്പുറത്ത് ഇപ്പൊ രമ്യ മേഡം പറഞ്ഞതുപോലെ ഒന്ന് ബാത്റൂം പോകണമെങ്കിൽ ഒരാൾ കൂടെ വേണം എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സാധാ വീട്ടമ്മ തന്നെയായിരുന്നു. ഒരു 18 വയസ്സിലെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഇപ്പൊ കിട്ടാത്തൊരു ഡിഗ്രിയാണ് എടുത്തത്. അതായത് ഡിഗ്രി അറിയാവോ? ഇപ്പൊ കിട്ടാനില്ലാത്ത ഡിഗ്രി രമ്യ മേഡത്തിന് അറിയാവോ? ഇല്ല അല്ലേ? പ്രീ ഡിഗ്രി അല്ലേ? ഭയങ്കര ഡിഗ്രി എപ്പൊ കിട്ടാനുണ്ട് അത്. അതാണ് വിദ്യാഭ്യാസം. അതിനുശേഷം നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു 18 വയസ്സിൽ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് സ്വപ്നമുണ്ട്? കൊള്ളാമല്ലോ. സ്വപ്നമുള്ള ആളുകൾ തന്നെയാണല്ലേ. സ്വപ്നങ്ങളെ രാജകുമാരൻ ഇതിലെങ്ങനെ വന്നു പോകുന്നതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഒരു രാജകുമാരൻ എൻ്റെ നാട്ടിലില്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ സ്വപ്നമൊന്നുമില്ലായിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് സ്കൂളിലൊക്കെ പഠിച്ച നമ്മളെ കുട്ടിക്കാലത്തെ സ്വപ്നങ്ങളൊക്കെ 100% നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എവിടെയാ 18 വയസ്സ് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ഇനി എനിക്ക് ജീവിതത്തിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. അങ്ങനെ ജീവിച്ചു പോകണം. ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിപാട് കഴിക്കുക ആരൊക്കെ പേരില്ല? മക്കളെ പേരിലും ഭർത്താവിന്റെ പേരിലും. നമ്മളെ പേരിലും വല്ലതും കഴിക്കുവോ? വീട്ടില് ഭക്ഷണം ഉണ്ടാക്കിയാല് എല്ലാവർക്കും കൊടുക്കും, ബാക്കി ഉണ്ടായി കഴിക്കും. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. ഇതൊക്കെ തന്നെയാണ് ഒരു സാധാ വീട്ടമ്മയുടെ. അതല്ലെങ്കിൽ ഒരു പുരുഷന്റെ ആവട്ടെ, അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. പുരുഷന്മാരായാലും സ്ത്രീകളായാലും അതെ. ആസ്യം വേറെ, അതിനു മുമ്പത്തെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്ന ഒരാള് കുട്ടികളൊക്കെ സ്കൂളിൽ വളരെ യാദൃശ്ചികമായിട്ടാണ് ആർസിഎം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം, അതല്ലെങ്കിൽ ഈ ഒരു 3 അക്ഷരം എൻ്റെ ചെറിയമ്മന്റെ ഭർത്താവ് എനിക്ക് തന്നത്. എന്നോട് ഒരു വാക്കി പറഞ്ഞുള്ളൂ, വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ അക്കൗണ്ടിലേക്ക് കാശ് വരും. ഞാൻ അതുവരെ കേൾക്കാത്തവർ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർസിഎമ്മിൽ വരുന്നതിന് മുമ്പേ നമ്മൾക്ക് ആർക്കെങ്കിലും വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് അക്കൗണ്ടിലേക്ക് കാശ് വന്നു. ഇത് സംഭവം കുഴപ്പമില്ലല്ലോ. സാധനങ്ങൾ വാങ്ങാൻ ആര് കാശ് തരും? ഭർത്താവ് കാശ് തരും. ഞാൻ ഐഡിയ എടുത്താൽ കാശ് അക്കൗണ്ടിൽ വരുന്ന കാശ് ആരുടെ അക്കൗണ്ടിലേക്ക് വരും? ഞാൻ ഐഡിയ എടുത്താൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വരൂലേ? അപ്പൊ നമുക്ക് അതുവരെ 0 ബാലൻസ് ആയ അക്കൗണ്ടിനകത്തേക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ആർസിഎം എടുത്തത്. കാരണം കാശ് അവിടെ നിന്ന് കിട്ടും, ഒരു ചെറിയൊരു വരുമാനം എനിക്കുമായി. അതുവരെ ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ ബാങ്ക് അക്കൗണ്ട് എടുക്കുക? ഇപ്പൊ ഗ്യാസിന്റെ സബ്സിഡി ഒക്കെ വരും അല്ലേ? അതല്ലാതെ നമ്മളെല്ലാവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണെങ്കിൽ, എൻ്റെ ആ ഒരു 10-18 വർഷം മുന്നേ ഒന്നും അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഞാൻ അക്കൗണ്ട് എടുത്തത് സ്വർണ്ണം പണയം വെക്കാൻ വേണ്ടി. ചുരുക്കം വരുമ്പോൾ എന്താ ചെയ്യാ നമ്മള്? ഇല്ലേ, ആദ്യമുണ്ട് നമ്മളെ കയ്യിലുള്ള വളയൂരും, അവസാനം നമ്മളെ കമ്മലൂരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന് വേണ്ടി അക്കൗണ്ട് എടുത്തു എന്നല്ലാതെ ആ ഒരു പാസ്റ്റാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ചെറിയമ്മേന്റെ ഹസ്ബൻഡ് ബാലേട്ടനാണ് എനിക്ക് ഈ ഒരു 3 അക്ഷരം മന്ത്രം പോലെ എപ്പോഴും ഇന്ന് ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന എന്നെ ഈ ഇത്രയും ശക്തിയാക്കിയ, ഇത്രയും വാക്കുകൾക്ക് ശക്തി പകർന്ന ഈ ഒരു 3 അക്ഷരം എനിക്ക് പകർന്നത് എൻ്റെ ബാലേട്ടനാണ്. ആദ്യമൊന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിന് ഇത്രയും ശക്തിയുള്ള ഒരു 3 അക്ഷരമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി ഞാനൊരു 3 മാസത്തെ ഒരു കമ്പ്യൂട്ടറിന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാത്ത സമയത്ത്
നമ്മളൊരു ബില്ലടിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ബില്ലടിക്കാൻ വേണ്ടിയാണ് എന്നെ ഷോപ്പിലേക്ക് വിളിച്ചത്. പക്ഷെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞപ്പോൾ ചേച്ചീൻ്റെ മോൾക്ക് ഒരു ട്യൂമറിന്റെ പ്രശ്നം വന്ന് ആ ഷോപ്പ് സാവധാനം എന്തായി, ട്യൂമറൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ. അന്ന് ആ കാലഘട്ടത്തിൽ നമ്മളെ കൂടെ ന്യൂട്രിചാർജ് ഇല്ല, തവിടെണ്ണ ഇല്ല, ഗുഡോട്ടില്ല, കിസോളില്ല, അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമുക്ക് അതിന് മറ്റൊരു സൊല്യൂഷൻ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ സാവധാനം സെയിലൊക്കെ കുറഞ്ഞ സമയത്ത് നമ്മൾ കോഴിക്കോട് ഒരു ഷോപ്പിൽ സുജിത് സാറിന്റെ ഷോപ്പിലേക്ക് ഒരു ഒഴിവുണ്ട്. ആ സമയം ആകുമ്പോഴത്തേക്ക് RCMന്റെ എല്ലാ ദിവസവും മീറ്റിംഗ് ഒക്കെ വെക്കുന്ന സമയത്തും RCMന്റെ ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, RCM ഷോപ്പിൽ വരുന്ന ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതായിക്കോട്ടെ സാർ ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് കോഴിക്കോട് ഷോപ്പിലേക്ക് ഒരു അവസരം തന്നു. അവിടെ മുതൽക്കേ എന്നെ എല്ലാവർക്കും അറിയുള്ളൂ. അതിനു മുമ്പാണ് ഞാൻ പറഞ്ഞത്. എന്തായിരുന്നാലും അതെന്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു എന്ന് ഞാൻ പറയില്ല. കാരണം അവിടെയും ഒരുപാട് വർഷം ഞാൻ വെറുതെ ആക്കില്ല. കാരണം RCMലേക്ക് വരുന്ന സമയത്ത് ഞാനൊരു ആവശ്യക്കാരിയൊന്നും അല്ലായിരുന്നു. ഹസ്ബൻഡ് ഗൾഫിലാണ്, അത്യാവശ്യം ജീവിത ചുറ്റുപാടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2011 ഗൾഫിലെ സാമ്പത്തിക മാന്ദ്യം വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്റെ കഥ? ഇല്ല, ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളല്ലേ? അപ്പൊ മുഴുവൻ തന്നെ പറയണം അല്ലേ? ഞാൻ കേട്ട ആളുകളാണെങ്കിലും കുറച്ച് കട്ട് ചെയ്തോളൂ ആക്കാലോ എന്ന് വിചാരിച്ചു. അപ്പൊ സെൻസർ ചെയ്യണ്ട, കട്ട് ചെയ്യണ്ട, മുഴുവനായിട്ട് വേണം. എത്ര മണി വരെ ഇരിക്കൂ? തീരുന്നവരെ ഇരിക്കും. ഓ സന്തോഷം. ഗുഡോട്ടിന്റെ ഫുഡൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ആ അതെ 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 അതെ. അപ്പൊ നമ്മൾ ആവശ്യക്കാരല്ലാത്ത സമയത്ത് ഇവിടെ ഗുഡോട്ട് ഞാൻ കൗണ്ടറിൽ ഇരിക്കുന്നു, ബില്ലടിക്കുന്നു, അവിടെ കുറെ ആളുകൾ വരുന്നു, JRCM പറയുന്നു. എനിക്കെന്ത് JRCM? ബസ് നേരം ചോദിച്ചാൽ ഞാൻ RCM ഒന്നും പറയില്ല. കാരണം ഞാൻ ഗൾഫുകാരുടെ ഭാര്യയാണ്, മാഷ മരുമോളാണ്. അപ്പൊ പിന്നെ RCM പലചരക്ക് കട എന്നുള്ളതാണ് ഞാൻ എൻ്റെ മനസ്സിൽ. കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു എക്സ്ട്രാ വരുമാനം എനിക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് വരുന്നത്. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതായിരുന്നു. മുറ്റത്തുനിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ ചീത്ത പറയും. അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർഡ് മാഷായിരുന്നു. പുറത്തെവിടെയും പോകാൻ പറ്റൂല, അച്ഛൻ്റെ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ എവിടെയും പോകാത്ത ഒരാൾ. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇത്ര മണിക്ക് ഇറങ്ങണം, ഇത്ര മണിക്ക് വീട്ടിൽ കയറണം, തലേ ദിവസം ഓർഡർ തരുന്നതിനനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. വീട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിൽ പോകണമെങ്കിൽ ഒരാഴ്ച മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കണം. തിരിച്ചു വരുന്ന സമയത്തിന് ഒരു അരമണിക്കൂർ ലേറ്റ് ആയി കഴിഞ്ഞാൽ അതിന് സമാധാനം പറയണം. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്നൊന്നും പുറത്ത് കിടക്കാൻ ആഗ്രഹിക്കൂലേ? ആ ആഗ്രഹത്തിന്റെ പുറത്ത് വന്നതുകൊണ്ട് തന്നെ ഞാൻ RCM ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇടുത്തി പോലെയാണ് ആ ഒരു ഗൾഫിൽ സാമ്പത്തിക മാന്ദ്യം വന്നത്. അഹങ്കാരത്തിന് ഒരു മരുന്ന് വേണ്ടേ അല്ലേ? RCM എന്ന് പറയുന്ന 3 അക്ഷരം പറയാതെ ഒരു നോർത്ത് ഇന്ത്യൻ കമ്പനിയിൽ ബില്ലിംഗ് സ്റ്റാഫ് ആയിട്ടാണ് പോകുന്നത്. ഏത് മിണ്ടൂല RCM ആണെന്നൊന്നും. നെറ്റ്വർക്ക് അല്ലേ, മോശമല്ലേ? ആരെയും കേട്ടാ എന്ത് വിചാരിക്കും? ഇവിടെ ഈ ആളെ ചേർത്തുന്ന കമ്പനിയിലൊക്കെ പോവുകയാണെന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ശിക്ഷ പോലെയാണ് എനിക്ക് ആ ഒരു സാമ്പത്തിക മാന്ദ്യ സമയത്ത് വീടൊക്കെ പൊളിച്ച്, ഞങ്ങൾ ആ കുഞ്ഞു വലിയൊരു തറവാട് വീടായിരുന്നു. പൊളിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരു കുറച്ച് ഭാഗം നമ്മൾ അവിടെ മാറ്റി വെക്കൂല്ലേ? കുറച്ച് ഭാഗം മാറ്റി വെച്ച് മകനെ ബാംഗ്ലൂരിൽ പഠിക്കാൻ കൊണ്ടാക്കി നാട്ടിൽ വന്ന സമയത്ത് 10-11 വർഷം ഗൾഫിൽ നിന്നതുകൊണ്ട് നാട്ടുകാരെ പണി കൊടുക്കുവോ? ഒരു പണി കിട്ടൂല അല്ലെ? ഇലക്ട്രിക്കൽ വർക്ക് ആയിരുന്നു. നാട്ടിൽ പുതിയ അടുത്തൊരു ജനറേഷൻ ആ ഒരു ജോലിയിലേക്ക് ഇറങ്ങി. എനിക്ക് തോന്നുന്ന ഒരു 3000-4000 രൂപ ഷോപ്പിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. 4000 രൂപ കൊണ്ട് ഒരു വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ജീവിക്കാൻ പറ്റുമോ? കണ്ടോട്ടെ അല്ലേ? ഒന്നിപ്പോ കാണിച്ചാൽ മതി, ബാക്കി കൊടുക്കണ്ട കേട്ടോ, സസ്പെൻസ്. അപ്പോ ഞാൻ ഇരുന്ന ഇരുത്താണിത് കണ്ടോ? ഷോപ്പില് ബില്ലിംഗ് സ്റ്റാഫായി RCMല് വന്ന് ഷോപ്പിൽ 2500 രൂപ മാസ വരുമാനത്തിന് കയറി. ഒരു 4000 രൂപയായ സമയത്താണ് ഈ ജോലി നഷ്ടപ്പെട്ട് മറ്റൊരു വരുമാന മാർഗമില്ല. RCM പറയാനിട്ടൊരു വഴിയുമില്ല. കാരണം എനിക്ക് പറയാൻ അറിയില്ല, ഇങ്ങനെ നിന്ന് പറയാൻ അറിയില്ല. കൗണ്ടറിൽ ഇരുന്ന് എന്ത് പ്രൊഡക്റ്റും പറഞ്ഞു കൊടുക്കും, പക്ഷെ പുറത്തിറങ്ങി പറയാൻ അറിയില്ല. ആദ്യം ഞാൻ കണ്ട വഴി സുയിസാറിന്റെ അടുത്ത് നിന്ന് കടം വാങ്ങുക എന്നുള്ളതായിരുന്നു. എല്ലാ ദിവസവും പോകുമ്പോൾ പറ്റ് വാങ്ങി പോകും. 50 രൂപ വാങ്ങും, 100 രൂപ വാങ്ങും, 200 രൂപ വാങ്ങും, 500 രൂപ വാങ്ങും. അങ്ങനെ ലാസ്റ്റ് എനിക്ക് 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം തരാൻ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു മാസം ശമ്പളം വാങ്ങിച്ച ഞാൻ 300 രൂപയാണ്. 5000 രൂപ സാലറി ഉള്ള ഞാൻ 300 രൂപയാണ് വാങ്ങിച്ചത്. സാറിനൊരു കണക്കുണ്ട്. എന്താ? 1 രൂപ പോലും പെൻഡിങ് വെക്കൂല. കടം എന്ന് പറയുന്നില്ല. 1-ാം തീയതി 0-യിൽ നിന്ന് തുടങ്ങണം. അവിടെ പെൻഡിങ് എന്ന് പറയുന്നില്ല. സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത്
ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്നതും ആ ഒരു ധൈര്യം തന്നെയാണ്. സാർ പഠിപ്പിച്ച ആ ഒരു വലിയ പാഠം തന്നെയാണ്. എന്നോട് പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ട, സീരിയൽ കാണാൻ വരികയല്ലേ, രമ്യയോണം പറഞ്ഞതുപോലെ ഇനി ഇങ്ങോട്ട് വരണ്ട, നാട്ടിൽ വല്ലതും കിട്ടുമെന്ന്. എന്നാൽ ബസ്സിന് പൈസ ലാഭം കിട്ടുമല്ലോ, ഈ ജോലിയൊക്കെ നാട്ടിലും കിട്ടും. കാരണം ഇവിടെ വന്നിട്ട് ഇത്രയും നല്ല ആളുകൾ ഉപയോഗിച്ച, ആളുകൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, ഒരുപടി ആളുകൾ ജീവിക്കുന്ന ഈ ഉൽപ്പന്നം ഇവിടെ വെച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ കൈ കാട്ടാനാണ് ഇനി മേലെ അങ്ങോട്ട് വരണം എന്നില്ല. എന്നിട്ടും പിന്നെ വരുമ്പോൾ ഒരു ദിവസം ഞാൻ സീരിയൽ കാണണം. അന്നാ എനിക്ക് സ്കെയിൽ കൊണ്ട് അടി കിട്ടിയത്. കാരണം നോക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ല സാറ് വന്നത്. മെല്ലെ പൊക്കി നമ്മൾ താഴേക്ക് മിനിമൈസ് ചെയ്തിടൂലേ, അന്ന് സാറിനോടൊന്ന് തലയ്ക്കൊന്ന് കൊണ്ടതാണ്. പിന്നെ എന്താ പറയാ, ഒരു ഗതിയും പരഗതിയും ഇല്ല എന്ന് പറയൂലേ, നമുക്ക് മറ്റൊരാളോട് ചോദിക്കാനില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്വർണങ്ങളും ആഭരണങ്ങളൊക്കെ അഴിച്ച് ഒരു ഗൾഫുകാരന്റെ ഭാര്യ വീടില്ല, വീട് പണി എടുക്കാൻ വേണ്ടി ഒരു ലോൺ എടുത്തു. അങ്ങനെ ടോട്ടൽ ഒരു സീറോയിൽ നിന്നാണ് ഞാൻ RCM തുടങ്ങിയത്. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഹാളിൽ ഇരുന്നാണ് ഈ പ്രോഗ്രാം കേൾക്കുന്നതെങ്കിൽ ഞാൻ ഇരുന്ന സ്ഥലമാണ് ഈ കാണിക്കുന്നത്. കാണുമ്പോൾ നല്ല രസമില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ, ഇല്ലേ? കോഴിക്കോട് ഷോപ്പിൽ അതല്ലെങ്കിൽ കോഴിക്കോട് ഭാഗങ്ങളിൽ എല്ലാ പ്രോഗ്രാമും നടക്കുന്ന സമയത്ത് ഹാളിന്റെ പുറത്ത് സുജി സാർ ഇതേപോലെ പ്രൊഡക്റ്റിന്റെ ബ്രോഷറുകൾ, എനർജി ഡ്രിങ്ക്, ആ കാശിടുന്ന ഒരു പെട്ടി, ഇതൊക്കെ ആക്കി എന്നെ അവിടെ ഇരുത്തും. ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറയണേ ഇത് കേട്ട് പഠിക്കാൻ ഒരു അവസരം വേണ്ടേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുജി സാർ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താൽ ഹാളിന്റെ ഏറ്റവും ലാസ്റ്റ് എനിക്ക് ഒരു ചെയർ ഇട്ട് തരും, ഏറ്റവും ലാസ്റ്റ് ഒരു ചെയർ ഇട്ട് തരും. അങ്ങനെ കുറെ ഉൽപ്പന്നങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബസ്സിൽ നിന്ന് RCM പറയാൻ തുടങ്ങി. ഞാൻ RCM എന്താണെന്ന് ഞാൻ പഠിച്ച്, മാർക്കറ്റിലുള്ള എന്താ പറയാ സോപ്പ് എന്താണെന്ന് ഞാൻ പഠിക്കാൻ തയ്യാറായി. ആ സോപ്പും ആ പേസ്റ്റും RCMന്റെ പേസ്റ്റും നമ്മളുടെ വ്യത്യാസം ഞാൻ പഠിച്ചു. ഗതികേട് കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞു കേട്ടോ, വലിയ ലക്ഷ്യമൊന്നും നിങ്ങളീ പറഞ്ഞ സ്വപ്നമൊന്നും ആ സമയത്തും ഇല്ല. എനിക്ക് എന്റെ ബസ്സിന് കാശ് RCMന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടുണ്ടാക്കണം വേണ്ടി മാത്രമാണ് ഞാൻ ആദ്യത്തെ ലക്ഷ്യം വെച്ചത്. എന്താണ്? ബസ്സിന് കാശ് ഇതിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഷോപ്പിൽ നിന്ന് പോകുന്ന സമയത്ത് കുറച്ച് ഉൽപ്പന്നങ്ങൾ ബാഗിൽ എടുത്തിടാൻ തുടങ്ങി. നോർത്ത് ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞ് ഞാൻ RCM ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങി. ബസ്സിൽ ഞാൻ സോപ്പുകാരിയും പേസ്റ്റുകാരിയും നാട്ടിലെ സോപ്പുകാരിയായി. കുറെ സാധനങ്ങൾ തിരിച്ചു തരും. നമ്മൾ സെയിൽസിന് പോകുന്ന എത്ര ആളുകളുണ്ട് ഇതില്? കുറെ ആളുകളുണ്ട്. എല്ലാവരും വാങ്ങിച്ച ഉൽപ്പന്നങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പറയോ? ആദ്യം പറയോ? പിന്നെ ഇപ്പൊ പറയുന്ന കുറെ പ്രൊഡക്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. ആദ്യം ഈ സാധനം അവിടെ അല്ല, ആട്ടല്ല, കുറച്ച് പേസ്റ്റും ഉപ്പും മഞ്ഞളും മുളകും ഇല്ലേ ബാബു സാറേ, അതൊക്കെ തന്നെ ഉള്ളൂ. സോപ്പ് തേച്ച് കുളിച്ചാൽ ഫീൽ ചെയ്യോ? സോപ്പിന് ഹോപ്പ് കാണാൻ എനിക്കൊരു ഹോപ്പും ഇല്ലായിരുന്നു. പിന്നീട് അന്ന് ആ ഹോപ്പൊന്നും ഇല്ലാതെ പിന്നെ എനിക്ക് മനസ്സിലായി ഉൽപ്പന്നങ്ങൾ എനിക്ക് ബസ്സിന് കാശ് കിട്ടി. അതുകൂടാതെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് അതിനകത്ത് നിന്നുണ്ടായി. ഉൽപ്പന്നങ്ങള് സെയിൽസ് ഞാൻ കുറച്ചുകൂടെ കൂട്ടി വന്നു. എൻ്റെ ബാഗിന്റെ വലുപ്പം ഞാൻ കുറച്ചുകൂടെ കൂട്ടി. തിരിച്ചു തരുന്ന സാധനങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ള പ്രാപ്തിയായി. അങ്ങനെ കുറേശ്ശെ ഡെവലപ്പ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം വേറെയാണ്. ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കുറച്ച് വരുമാനം ചെയ്യാൻ പറ്റും. മീറ്റിംഗ് ഒന്നും എടുക്കാൻ അറിയില്ല കേട്ടോ, ഉൽപ്പന്നം വിൽക്കാൻ മാത്രമേ അറിയുള്ളൂ. കുറച്ച് സാധനങ്ങൾ സെയിൽ ചെയ്തു. സെയിൽസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മടിയാ. സെയിൽസ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും നാളെ നമ്മളെ ടീം ചോദിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഒരു ഏറ്റവും വലിയൊരു അവസരമാണ് തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന സെയിൽസ്. അതിൽ നിന്നാണ് നമ്മളെ ആദ്യത്തെ ഒരു തുടക്കം അതിൽ തന്നെയാണ്. ആ സെയിൽസിലൂടെയാണ് നമുക്ക് ആളുകളെ പരിചയപ്പെടാനും അവരെ പിടിച്ചു നിർത്താനും അവരെ എങ്ങനെയൊക്കെ സംസാരിക്കണം. നമ്മൾ ഈ RCMലേക്ക് ഒരു കുറച്ചൊരു ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് മാനേജ്മെന്റ് ആണ്. ഒരു വീട്ടിലെ ഉള്ള ആളുകളാണോ നമ്മളെല്ലാവരും? പല വീടുകളിൽ പല സാഹചര്യങ്ങൾ, പല മതത്തിൽ പല ജാതിയിലുള്ള ആളുകളെ ഒരേ നൂലിൽ വളരെ ഭംഗിയോട് കൂടെ ചേർത്ത് കെട്ടുന്ന സമയത്താണ് RCMല് വലിയ വലിയ അച്ചീവ്മെന്റിലേക്ക്. അത് എങ്ങനെ കോർക്കുന്നോ അതിനനുസരിച്ചാണ് അച്ചീവ്മെന്റ്. ആ കോർക്കാൻ പഠിക്കണമെങ്കിൽ എങ്ങനെ ഇറങ്ങണം? ആദ്യം നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ അതിനുള്ള ഒരു ശക്തി നേടിയെടുക്കാൻ ആ പുറത്തിറങ്ങി സെയിൽസ് പഠിച്ച് കുറച്ച് ആളുകളെ ചീത്ത പറയുന്ന ആളുകളുണ്ടാവും, ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ടാവും, സ്നേഹിക്കുന്ന ആളുകളുണ്ടാവും. സ്ത്രീകളൊക്കെ ആയതുകൊണ്ട് മറ്റു പല അനുഭവങ്ങളും നമുക്കുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് നമ്മളെ ഒന്ന് എന്താ പറയുക പാകപ്പെടുത്തിയെടുക്കാൻ നമ്മളെ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പറ്റും.
പിന്നീട് എനിക്ക് അടുത്ത എൻ്റെ ഒരു ഡ്രീം വന്നത് എന്താ, ബസ്സിന് കാശൊക്കെ കിട്ടിയ കാര്യം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഇനി എൻ്റെ മകനെ ഒന്ന് ബാംഗ്ലൂരിലേക്ക് അയക്കാൻ ഒരു 5000 രൂപ എനിക്ക് ആവശ്യം വന്നു. അവിടെയാണ് ഞാൻ വിറ്റാൽ 5000 രൂപ കിട്ടാൻ മാർഗമുണ്ടോ അത്. അപ്പൊ എന്ത് ചെയ്യണം സാർ, അതിനുള്ള മാർഗം പറഞ്ഞു തന്നു. ഈ പേസ്റ്റ് 2-3 പേസ്റ്റ് വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് കുറച്ച് സാധനങ്ങളൂടെ പരിചയപ്പെടുത്തി ID ചേർത്തി കൊടുക്കും. ID എടുക്കാൻ തുടങ്ങി ആളുകൾ കൗണ്ടറിൽ. അതുവരെ ഇവിടെ ആരെങ്കിലും ബില്ലിംഗ് സ്റ്റാഫായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഷോപ്പ് നടത്തുന്ന ആരെയുണ്ടോ? ഇല്ല അല്ലേ, ഒരാൾ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങി നിന്ന് ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്ത് അവരോട് ID പറഞ്ഞു. അങ്ങനെ തുടക്കത്തിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യിച്ചാൽ എങ്ങനെയാ ചെയ്യാം? പിന്നെ നമ്മൾ വിളിച്ചു നോക്കുമോ? ഇല്ല, നമ്മൾ ആ ഭാഗം തിരിഞ്ഞു നോക്കുകയില്ല. അത് തുടക്കത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമായിരുന്നു. നമ്മൾ ID കിട്ടി, എന്താ പറയാ, പറയപറ്റ വന്നിരുകൂലം, വായ ഉണ്ടോ നോക്കി, വായ ഉണ്ടെങ്കിൽ അന്നം കൊടുത്തോളും എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നത് പോലെ ജോയിനിങ് ചെയ്യും. അവിടെ പിന്നെ നമ്മൾ വിളിച്ചു നോക്കൊന്നുമില്ല, പിന്നെയും ജോയിൻ ചെയ്യിക്കും. നമ്മളിങ്ങനെ പോകും. 6 മാസം കഴിഞ്ഞ് അവര് കുറച്ച് കാലങ്ങളൊക്കെ സാധനം വാങ്ങിക്കും. പിന്നെ എന്തെങ്കിലും ഒരു പേസ്റ്റ് തീർന്നാൽ പേസ്റ്റ് വാങ്ങാൻ വരാൻ കടയിൽ എത്തണ്ട എങ്കിൽ എത്താൻ സമയമില്ലെങ്കിൽ അടുത്ത കടയിൽ നിന്ന് പേസ്റ്റ് വാങ്ങിക്കൂലേ. പിന്നെ ആ പേസ്റ്റ് തീരാതെ അവർ RCMന്റെ ഷോപ്പിലേക്ക് വരൂല. ഡിസ്പ്ലേ വാൾ, അത് ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഡിസ്പ്ലേ വാളുള്ള നമ്മൾക്ക് ഇപ്പൊ പ്രൊഡക്റ്റ് തീർന്നു പോകുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഓരോ വീടുകളിലുണ്ട്. അന്ന് അങ്ങനെ ഒന്നുമില്ല, ഞാൻ വിളിക്കുകയില്ല. അങ്ങനെ ജോയിൻ ചെയ്യും. അവരൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെ 000. പിന്നീട് സാറ് പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടച്ചരുവത്തിൽ വെള്ളം കോരി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവസാനമാകുമ്പോൾ വല്ലതും ഉണ്ടാവുമോ? ഞാൻ ജോയിൻ ചെയ്യിക്കും, ഓരോ ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. പിന്നീടാണ് അടുത്തൊരു മാർഗത്തിലേക്ക്, ടീമിലേക്ക് വന്നത്. ചെറിയ മീറ്റിങ്ങുകൾ നിന്ന് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ കുറെ എൻ്റെ ലീഡേഴ്സിനെ കൊണ്ട് ആദ്യം കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു. പിന്നെ ചില സാഹചര്യങ്ങളിൽ, അവർ വരാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ മുട്ട് വിറച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി അല്ലേ. മുട്ട് വിറയ്ക്കൂലേ ആദ്യം തന്നെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത്. തുടക്കത്തിൽ എൻ്റെ കയറി നിന്നിട്ട് എൻ്റെ പേരെന്താന്ന് ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു, ദൈവം എൻ്റെ പേരെന്തായിരുന്നു എന്ന്. പേരെനിക്ക് പറയാൻ ഓർമ്മയില്ല, പേര് പോലും മറന്നുപോയി. ഈ അവസരത്തിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ എന്താ പറയുക മെന്ററായിട്ടുള്ള സുജിത് സാറിന്, ഹേമന്ത് സാറ് ഒക്കെ, അവർക്കൊക്കെ ഒരു നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം എന്നെ ഈ സാധനം പഠിപ്പിച്ച് ആദ്യമായിട്ട് ഇത് കൈ തന്ന ഒരു ഗുരുനാഥൻ ഉണ്ട്. ആരാന്നറിയാവോ? ഡോക്ടർ രാജൻ സാറ്. രാജൻ സാറാണ് എനിക്ക് ആദ്യമായിട്ട് കർമ്മറ്റിയിൽ വെച്ച്. അതുവരെ ഹോം മീറ്റിങ്ങിൽ മൈക്കൊന്നും വേണ്ടല്ലോ. അന്ന് ഇന്നത്തെ കാലഘട്ടത്തെ പോലെ സ്ഥിരം മീറ്റിംഗ് ഇല്ല. 2-3 മാസം കൂടുമ്പോഴാണ് കോഴിക്കോടൊക്കെ ഒരു മാസം ഒരു മീറ്റിംഗ് ഒക്കെ വരും. അന്ന് ലീഡേഴ്സ് സംസാരിക്കും, നമുക്ക് മൈക്ക് പിടിച്ച് സംസാരിക്കാനൊരു അവസരമില്ല. കറുകുറ്റിയിൽ പ്രോഗ്രാമിന് പോയെന്നാണ് ആദ്യമായിട്ട് ഈ മൈക്ക് പിടിച്ച് സംസാരിച്ചത്. എങ്ങനെയാ സാറിൻ്റെ അടുത്ത് ആ പേര് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 1-2 അവസരത്തിൽ സാറ് തന്നെയാണ് ഈ മൈക്ക് പിടിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് തന്നിരിക്കുന്നത്. ടീം, നമ്മളെ നെറ്റ്വർക്ക് എങ്ങനെയാ, ചെറുതാണോ വലുതാണോ? ഇനി എനിക്ക് ചോദിക്കേണ്ടത്, സാവധാനം 5000 10,000 വരുമാനം, 15,000 20,000 ജീവിത മാർഗമില്ലായിരുന്നു. റോഡ് സൈഡിലുള്ള സാധനങ്ങൾ മക്കൾക്ക് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയായിരുന്നു. 100 രൂപയ്ക്ക് കിട്ടുന്ന ബനിയൻ, ടീഷർട്ട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയായിരുന്നു. ബസ്സിന് പോയിട്ട് 2 ബസ് കയറാൻ കാശില്ലാത്തത് കൊണ്ട് ഷോപ്പിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം കൂടുതൽ കുടിക്കും, വഴിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കാശില്ലാത്തത് കൊണ്ട്. എന്നിട്ട് കുറച്ച് നടന്നു പോയിട്ട് ബസ് കയറും. കാരണം അത്ര പോലും വരുമാനം. പിന്നെ കാരണം എന്താ പറയാ, ഒരു 10 രൂപ എൻ്റെ കയ്യിൽ കൂടുതൽ ചെലവാക്കി കഴിഞ്ഞാൽ ആ 10 രൂപയ്ക്ക് ഞാൻ എത്ര എഫേർട്ട് ഇടണം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത്രമാത്രം എഫേർട്ട് ഇട്ട് അത്രമാത്രം കഷ്ടപ്പാട് വരുന്ന സമയം നമ്മൾ നിർത്തിയിട്ട് പോവില്ലേ. പലരും അങ്ങനെ. ആസ്യം തുടക്കത്തിൽ നമ്മളെ കുറെ കഷ്ടപ്പെടുത്തും. എന്തിനാണെന്നറിയോ? ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ തന്നെ ഡയമണ്ട് കിട്ടും ബാബു സാറേ. അതെന്താക്കണം? ഒരച്ച് നമ്മളങ്ങനെ വേദനിപ്പിച്ച് റെഡി ആക്കി ഒരച്ച് അവസാനമാണ് ഒരു ഡയമണ്ട് ആയി മാറുന്നത്. അതേപോലെ ഒരു ഡയമണ്ട് ആക്കാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ടുവന്ന്. നമുക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു. ഒരു പടി എൻ്റെ സ്വഭാവങ്ങള് ടോട്ടൽ മാറ്റി മറിക്കാൻ വേണ്ടി ഓരോ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഓരോ പാഠം ഉൾക്കൊള്ളൂ അല്ലേ. ആദ്യം തന്നെ ആസ്യം പറയുന്ന സമയത്ത് എല്ലാവരും കേൾക്കോ? കുടുംബത്തിൽ നിന്ന് നാട്ടുകാർക്ക് വലിയ ഇഷ്ടമായിരിക്കും. പുറപ്പെട്ട് രാവിലെ പോയി വൈകുന്നേരം സന്ധ്യയ്ക്ക് കയറി വരുന്ന ഒരു സ്ത്രീ നാട്ടിലുണ്ടെങ്കിൽ നാട്ടുകാർക്ക് വലിയ സന്തോഷമായിരിക്കും സാറേ.
അവരെയൊക്കെ ഒരു മുഖഭാവമുണ്ട്. എനിക്ക് മോണോക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ആ ഒരു മുഖഭാവം കുറെ നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും കുടുംബത്തിലേക്ക് ചെല്ലണ സമയത്ത് കുടുംബക്കാര് നിന്റെ ഒരു ആർസിയം. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ആർസിയം എന്താ പറയാ, നേരത്തെ ബാബു സാർ പറഞ്ഞതുപോലെ എനിക്ക് രക്തത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ അതുവരെ കളിയാക്കിയ ആളുകള്, പുച്ഛിച്ച ആളുകള്, അങ്ങനെയൊക്കെയുള്ള ആളുകളെടുത്തൊന്ന് നിവർന്നു നിൽക്കാൻ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ഇനി നമ്മൾ കളിയിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ആരായിരുന്നു മനസ്സിലായല്ലോ, ഈ ഫോട്ടോയും കണ്ടല്ലോ. പാവം തോന്നില്ലേ? ഇങ്ങനെ നോക്കുമ്പോ അത്ര പാവം തോന്നില്ല അല്ലേ? ഇല്ലേ അല്ലേ? പാവം തന്നെയാണ് കേട്ടോ. പക്ഷെ ആർസിഎമ്മില് പാവല്ല. കൂടുതൽ സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുന്ന ആരൊക്കെയുണ്ട്? നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടോ? ഇത്ര ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമുണ്ട്, കൂടുതൽ ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? ഒരു കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഒന്ന് കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞാൽ സന്തോഷം തോന്നുമോ, വേറെ എന്തെങ്കിലും തോന്നുമോ? നല്ല കണ്ണാടി നോക്കി ആ അടിപൊളി സൂപ്പർ എന്ന് കണ്ണാടി നോക്കി പറയുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ആർസിഎമ്മില് ഇപ്പൊ പറയും, അതല്ലാതെ പറയും. കണ്ണാടി നോക്കിയാൽ നമുക്ക് എന്ത് തോന്നും? എന്തിന് കൊള്ളാം. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാനായിരുന്നു ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും മോശം ഞാനായിരുന്നു. കാരണം വിദ്യാഭ്യാസം ഇല്ല, സാമ്പത്തികം ഇല്ല, നാട്ടുകാർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, വീട്ടുകാർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. കുടുംബത്തിൽ എല്ലാവരും നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളാ. എൻ്റെ കുടുംബം മാത്രം വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ല. എനിക്ക് എന്തിനിങ്ങനെ ഒരു ജന്മം തന്ന്, എന്തൊരു കഷ്ടമാണ്. പണ്ടേ പലതുമായി മരിച്ചു പോയത്, 2 കുട്ടികളൊക്കെ ആയി, ഇനി എങ്ങനെയായി ജീവിച്ചല്ലേ പറ്റുള്ളൂ. എന്നോട് എനിക്ക് ഒരു സ്നേഹവും ഇല്ല. കാരണം എനിക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൽ? പ്രാധാന്യം കൊടുക്കുന്ന സ്വന്തം ജീവനും ജീവിതത്തിനും, സ്വന്തം ജീവനും ജീവിതത്തിനും പ്രാധാന്യം. അതെ, കുറച്ച് ആളുകൾ ആർസിഎം സജീവമായിട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഞാൻ എന്താണ്, നമ്മൾ ആർസിഎമ്മിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? നമ്മളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല്ലേ? നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ആരാണ്? നമ്മൾ തന്നെയാ. നമ്മളെ സ്നേഹിച്ചില്ല എങ്കിൽ കുടുംബം നാളെ എന്താ ഉണ്ടാവുക? മക്കള് നമ്മളെ ഹോസ്പിറ്റലിൽ നീളെ കൊണ്ട് നടക്കേണ്ടി വരും. നമ്മള് മക്കളെ നോക്കും, ഭർത്താക്കന്മാരെ നോക്കും. അങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരാളായിരുന്നു. എനിക്ക് എന്നെ കാണുകയും ചെയ്തുകൂടായിരുന്നു. കാരണം പാറി പറന്ന് നടന്ന കാലഘട്ടത്തിൽ പിടിച്ചൊരു കൂട്ടിലിട്ട് അവിടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും, കുടുംബത്തിലൊക്കെ എവിടേക്കെങ്കിലും പോകും, ഒരു കല്യാണത്തിന് വരുമ്പോൾ വലിയ സങ്കടമാണ്. ഇനി ആരൊക്കെ ഫേസ് ചെയ്യണം? എന്താ അല്ല, അവൻ ഗൾഫിൽ നിന്ന് പോകുന്നില്ലേ? മക്കളൊക്കെ എന്താ പഠിക്കുന്നത്? ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നു ചോദിക്കൂലേ? എന്താ ഉത്തരം പറയാ? നല്ല ഉത്തരം പറയാനുണ്ടാവോ? അവിടെയൊക്കെ നമ്മൾ ഉത്തരം മുട്ടി നിന്നിട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. ഞാൻ പിന്നെ അടുത്ത ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ജീവിതത്തിൽ കഴിച്ചു എന്ന് തോന്നുന്ന ആളുകളുണ്ട്. എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കഴിച്ചിട്ടുണ്ടോ? ഇനിയുമില്ലേ? നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി ആർക്കാ കൊടുക്കുക? എല്ലാവർക്കും കൊടുക്കൂലേ? കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച ശേഷം ഇനി അതിൽ ഞാൻ തുടക്കത്തിലുള്ള ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ല. ആ കളിയാക്കിയ ആളുകളെ, എനിക്ക് എന്നെ ഇഷ്ടമില്ലാത്ത സ്ഥാനത്ത് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാണെന്നറിയാവോ? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാ? എന്നെ തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ പ്രാരാബ്ധത്തിൽ നിന്ന് ഒരാളും പോലും സഹായിക്കാനില്ല എന്ന് ഞാൻ പറയില്ല. നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും സഹായമില്ലാതെ എൻ്റെ അമ്മായിമ്മ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മീറ്റിങ്ങിന് പോയിട്ട് വീട്ടുകാരെ പേടിയില്ല എങ്കിൽ നാട്ടുകാരെങ്കിലും പേടി വേണം കേട്ടോ സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് ഇരുടായിട്ട് കയറി വരുമ്പോൾ. പക്ഷെ നമുക്ക് ഒന്നറിയായിരുന്നു, എനിക്ക് ആർസിഎം നല്ലതാണ്, നമ്മൾ നല്ലതാണ് ചെയ്യുന്നത്, നാളെ നമ്മളെ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു കാലം വരും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് അന്ന് അവിടെ നമ്മൾ സൈലന്റ് ആയിട്ട് നിന്നു. നമ്മളടുത്ത് എതിർക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കണം? തിരിച്ച് എതിർക്കാനാണോ നമ്മളെ ആർസിഎം പഠിപ്പിക്കുന്നത്? എതിർക്കാനാണോ ആർസിഎം പഠിപ്പിക്കുന്നത്? നിശബ്ദത എന്ന് പറയുന്നത് ശബ്ദത്തെക്കാൾ ശക്തിയുള്ളതാണ് കേട്ടോ.
ശബ്ദത്തിനേക്കാൾ ശക്തിയാണ് നിശബ്ദതയ്ക്ക്. ആ ഒരു നിശബ്ദമായിട്ടാണ് ഞാൻ എൻ്റെ ആർസ്യമിനെ എൻ്റെ വീട്ടുകാരെടുത്ത്, വീട്ടിൽ നിന്ന് ആർസ്യമൊന്നും മിണ്ടില്ല. അമ്മായിമ്മയൊക്കെ പത്രം വായിക്കുന്ന സമയത്താണ് ഞാൻ ആളുകളെ വിളിക്കുക. വേറെ പത്രം വായിക്കുമ്പോൾ അമ്മ ഒന്നും കേൾക്കൂല. അപ്പം വളരെ ചുരുങ്ങിയ, ഞാൻ പല സമയത്തും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ടച്ച് ഫോൺ എല്ലാവരും കയ്യിലുണ്ടാവും. സുജിത് സാറിന്റെ പഴയ ഫോണായിരുന്നു എൻ്റെ പുതിയ ഫോൺ. സുജിത് സാറിന്റെ ഫോണിന്റെ സ്ക്രീൻ ഗാർഡൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പുതിയത് വാങ്ങിക്കുന്ന സമയത്ത് ആ ഫോൺ ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കും. ഇന്ന് നിങ്ങളൊക്കെ കയ്യിലുള്ളത് അങ്ങനത്തെ ആണോ? ആരെങ്കിലും ഫോണാണോ? സ്വന്തമായിട്ടുള്ള ഫോണല്ലേ? ആ ഫോണിൽ ആർസിമാർ എത്ര ആളുകൾ വിളിക്കലുണ്ട്? ഉണ്ടാവും, കുറവാണ് അല്ലേ? അത് ഇന്നത്തെ കുട്ടികളോട്, നമ്മളെ വീട്ടിലുള്ള കുട്ടികളോട് നമ്മൾ എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടാണ് തിരിച്ചറിയാഞ്ഞത്. ഇല്ലാത്ത കാലഘട്ടം, ഞങ്ങളുടെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു, ആനയായിരുന്നു എന്നൊക്കെ പറയും നമ്മൾ. അതേപോലെയാണ് ഇന്ന് ഈ ഫോണ് കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് ലോകത്തെ കീഴടക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതിനകത്ത് കിട്ടാത്ത അറിവുകളില്ല, കിട്ടാത്ത മീറ്റിങ്ങുകളില്ല. ഒരു മീറ്റിങ്ങിന് പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കളവ് പറഞ്ഞിട്ട് പോകേണ്ടിയിരുന്നു. എത്ര പ്രാവശ്യം കണ്ണ് കാണിക്കാൻ ഞാൻ പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അമ്മ പറഞ്ഞ തിമിര ഞാനായിരിക്കും ഇനി ഓപ്പറേഷൻ ചെയ്തേക്കുന്നത്. കാരണം കണ്ണ് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറയും, ഒരു പ്രാവശ്യം കൂടി കാണിക്കാൻ പറഞ്ഞിട്ട് മരുന്ന് വെച്ചിട്ട് ശരിയായില്ല. കാരണം അടുത്ത മീറ്റിങ്ങിന്റെ ഡേറ്റിന് ഒന്നുകൂടെ കണ്ണ് കാണിക്കാൻ പോവാലോ. ഈ പോലെ കള്ളവൊക്കെ പറഞ്ഞ് സംസാരിക്കാതെ സൈലന്റ് ആയിട്ട് ആളുകളെ എതിർക്കാതെ ആളുകൾ കുറ്റം പറയുമ്പോൾ അവിടെ നിന്ന് മാറി നടന്ന്, ഇതൊന്നും നമ്മളെ വിഷയമല്ല. നമ്മൾ അതിന് ചെവി കൊടുക്കാൻ പോയിരുന്നെങ്കിൽ, ഇന്ന് ഞാനിങ്ങനെ നിന്ന് പറയുന്നുണ്ട് എങ്കിൽ, തോറ്റു കൊടുത്തിരുന്നെങ്കിൽ എനിക്കിങ്ങനെ പറയാൻ പറ്റുമായിരുന്നോ? അവര് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് തോറ്റു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ പറയാൻ ടൈം ഉണ്ടാകുമായിരുന്നോ? അവര് പറഞ്ഞത് ശരിയായിട്ട് മാറും, ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് മാറും. ഇപ്പൊ എന്തായി? ഞാനാണ് ശരിയെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞ നമ്മളെ സ്നേഹിച്ചു തുടങ്ങും. ഇന്ന് രാവിലെ പുറപ്പെട്ടപ്പോ ഞാൻ കണ്ണാടി നോക്കിയിട്ട് പറഞ്ഞ ഷൈമ സൂപ്പറാ, പോയി തിരിച്ചു വരുമോ, കണ്ണാടി നോക്കിയിട്ടൊക്കെ പറഞ്ഞിട്ടാ പോകുന്നത്. കോട്ടൊക്കെ രാവിലെ തന്നെ ഒന്ന് ഇട്ട് നോക്കി എങ്ങനെ ഉണ്ട്. ഇവിടെ വന്നിട്ട് രമ്യമേളൊക്കെ ഉണ്ടായി അടിപൊളിയായി നിൽക്കുന്ന. അപ്പൊ ഒരു വ്യത്യസ്തത വേണ്ടേ? അപ്പൊ ആ കോട്ടായിരുന്നു ഞാൻ എടുത്തത്, ഒന്ന് മാറ്റി പിടിച്ച്. രമ്യമേള കുറെ ദിവസമായി റെഡ് കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ ആ ഒരു കോട്ട് ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ഞാനും വാങ്ങിക്കും, എന്തായാലും അടിപൊളിയുണ്ട്. അപ്പൊ നമ്മൾക്ക് നമ്മളോട് സ്നേഹം തോന്നും, നമ്മളോട് റെസ്പെക്ട് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ആശയം മാറ്റും. അടുത്തത് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. ഇതിൽ പലരും കഴിച്ചിട്ടില്ല അല്ലേ? നമ്മളെ ആഗ്രഹങ്ങൾ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം നിങ്ങൾ ധരിച്ചു വന്നൊന്ന് ഉറപ്പുണ്ടോ? ഇല്ലേ അല്ലേ? മുമ്പ് നമ്മൾ പാവാട സാരി മുറിച്ചിട്ടല്ലായിരുന്നു ഇല്ലേ? പക്ഷേ അതിനൊക്കെ ഉള്ളൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ അല്ലേ ആർസിയം? അത് നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ജന്മം, ആരെങ്കിലും മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന ആളുണ്ടോ? നേരത്തെ ക്രിസ്റ്റീന മേഡം പറഞ്ഞതുപോലെ തിരിച്ചു വന്ന ആരെങ്കിലും വല്ല പരിചയം ഉണ്ടോ? ഞാൻ പോയിട്ട് അവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോന്നെ. പക്ഷെ നമ്മളിതൊക്കെ മാറ്റി വെക്കുക. എനിക്ക് ഇഷ്ടമായിരുന്നു പല സാധനങ്ങൾ കഴിക്കാൻ, ഇഷ്ടമായിരുന്നു. ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കും, നമ്മൾ കഴിക്കൂല. ഇഷ്ടമുള്ള ഡ്രസ്സ് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത ആളായിരുന്നു ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു എൻ്റെ മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ. എൻ്റെ രക്ഷിതാക്കൾക്ക്, നമ്മളെ പോറ്റി വളർത്തിയ രക്ഷിതാക്കൾക്ക് അവരെ ആഗ്രഹിച്ചതുപോലെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ആർക്കൊക്കെ പറ്റിയിട്ടുണ്ട്? അവരെ ആഗ്രഹിച്ച ഒരു മകനാവാൻ, ഒരു മകളാവാൻ തിരിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇനി നമ്മൾ ആരെയാ വെയിറ്റ് ചെയ്യുന്നത്? ഒരു 4 ചോദ്യം കൂടെ ഞാൻ ചോദിച്ചിട്ട് ബാക്കി പറയാം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ എത്രമാത്രം ചെയ്തു എന്നുള്ളത്. യാത്ര പോകാൻ ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? ഇഷ്ടമുള്ള യാത്രകൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇഷ്ടമുള്ള യാത്രകൾ ഇനി എനിക്ക് ഒരു ഇഷ്ടമില്ല, ഞാൻ ആഗ്രഹിച്ച എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ഇനി ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ ആഗ്രഹമില്ലേ? അവിടെയൊക്കെ പോവാൻ ഈ ജന്മത്തിൽ പറ്റുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ആർസിഎമ്മിലൂടെ പോകാൻ പറ്റും. ആർസിഎം ഇല്ല. ആർസിഎം എന്ന് പറയുന്ന 3 അക്ഷരത്തിനെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഇല്ല.
അതിലെനി അവസാനത്തെ ഒരു ചോദ്യമാണ്, നിങ്ങളൊക്കെ പ്രായമാവുന്ന സമയത്ത് നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളെ വാർദ്ധക്യ കാലത്ത് നിങ്ങളെ മക്കളെല്ലാവരും നിങ്ങളെ സംരക്ഷിക്കും എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? അവസാന കാലഘട്ടത്തിൽ നമ്മളെ മക്കള് നമ്മളെ സ്നേഹപൂർവ്വം സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മളെ ബാബു സാറിനെ പോലെ ഉറപ്പുണ്ടല്ലേ? ആസിയമിൽ വന്നിട്ട് എത്ര കാലമായി? 1 വർഷം, 6 മാസം, 2 വർഷം, 5 വർഷം. ആസിയമിൽ എന്ന് വന്നു എന്നുള്ളതിന് ആസിയമിൽ ഒരു എന്താ പറയാ, അത് കാര്യമല്ല. എന്ന് മുതൽക്കാണോ നമ്മൾ ആസിയമിനെ തിരിച്ചറിയുന്നത്? ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആസിയം അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഞാൻ പറയും. ഒരു മാർഗവും ഇല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിച്ചത് എൻ്റെ കാശ് കയ്യിൽ വന്ന ശേഷമാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മള് ഒരു വീട്ടില് കുറെ അച്ഛനും അമ്മയും മക്കളും ഏട്ടനും അനിയനും ഒക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു മോള് മാത്രം പാവപ്പെട്ടവരാകുമ്പോ അവരെ മക്കൾ വരുമ്പോ എങ്ങനെയാ വീട്ടുകാർ സ്വീകരിക്കാം? സാറിന്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് കുറെ മക്കളുണ്ട്. സാറിന്റെ ഒരു പെങ്ങള് വളരെ ദരിദ്രയാണ്, ഒരു വലിയ ബുദ്ധിമുട്ടാണ്, പ്രാരാബ്ദമാണ്. 2-3 മക്കളുണ്ട്, ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളെല്ലാവരും വലിയ സാമ്പത്തികമുള്ള ആളുകളാണ്. കയറി വരുമ്പോ എങ്ങനെയുണ്ടാവും? അവര് വരുന്ന സമയത്ത് അവരെ ശരിക്കും എങ്ങനെയാ ചെയ്യേണ്ടത്? അവരെ സ്നേഹിക്കുകയാണോ വേണ്ടത്? അവരെ മാറ്റി നിർത്തുകയാണോ വേണ്ടത്? സാധാരണ നമ്മളെ നാട്ടിൽ സ്നേഹിക്കുകയാണോ ചെയ്യുന്നത്? മാറ്റി നിർത്തുകയാണോ ചെയ്യുന്നത്? മാറ്റി നിർത്തുകയല്ലേ ചെയ്യുന്നത്. എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ അച്ഛൻ്റെ വീട്ടിലും അമ്മ വീട്ടിലും ഒക്കെ എല്ലാവരും അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ തന്നെയായിരുന്നു. എൻ്റെ അമ്മ മാത്രമായിരുന്നു പാവപ്പെട്ട വീട്ടിലുള്ള. ഞങ്ങൾക്കായിരുന്നു സാമ്പത്തിക കുറവ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും. എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഊഹിക്കാം. ഒരു കല്യാണത്തിന് പോയാൽ അവരിടുന്ന ഡ്രസ്സ് നമുക്ക് വാങ്ങി ധരിക്കാൻ പറ്റുമോ? അവരിയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? അവരോട് ചിരിക്കണം അത്രയും നമ്മളോട് ആരെങ്കിലും ചിരിക്കുവോ? അവരെ സ്നേഹിക്കുന്ന അത്രയും നമ്മളോട് ആരെങ്കിലും സ്നേഹം നടിക്കുവോ? സ്നേഹം നടിക്കും, സ്നേഹിക്കുവോ? അത് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ RCM എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വിജയിക്കുന്ന വരെ ഉണ്ടായിരുന്നത്. RCM പറഞ്ഞ സമയത്ത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയതാണ്. ഇന്ന് എങ്ങനെയായിരിക്കും? ഇന്ന് എല്ലാവർക്കും സ്നേഹമാണ്, ഇഷ്ടമാണ്. ഞാൻ വരുന്നത് കാണുന്ന സമയത്ത് ഭയങ്കര ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. തിരിച്ചു പോരുമ്പോൾ എനിക്ക് ഇന്ന് ആവശ്യമുണ്ടോ? നമുക്ക് വല്ലതും ആവശ്യമുണ്ടോ? നമ്മളെ RCM തരൂലേ? ഇന്ന് എല്ലാവരും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. നമ്മുടെ ആര് വരുന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നത് ആർക്കായിരിക്കും? എനിക്ക് തന്നെയാണ്. കാരണം ഞാൻ വാങ്ങുന്ന വരുമാനം വാങ്ങുന്ന ആരും അവിടെ ഇല്ല. അവരൊക്കെ ബിടെക് കഴിഞ്ഞു, ബിടെക് കഴിഞ്ഞ ആളുകൾ, BDS കഴിഞ്ഞ ആളുകൾ, MBBS കഴിഞ്ഞ ആളുകൾ ഒക്കെ ഉണ്ട്. മാമന്റെ മക്കളും വളരെ പഠിച്ച പല ആളുകളും ഉണ്ട്. എങ്കിലും ഇന്നൊരു MBBS കഴിഞ്ഞ, ഒരു ബിടെക് കഴിഞ്ഞ ആളുകൾക്ക് എത്ര വരുമാനം കിട്ടും? നിങ്ങളുടെ കണക്കിൽ എത്ര വരുമാനം കിട്ടും? എത്ര കിട്ടും? ഏറ്റവും പോയി കഴിഞ്ഞ 20,000 30,000. ഒരു സ്റ്റാർ പോളിന്റെ വരുമാനം എത്ര? എന്തായാലും ഒരു 75-80 രൂപ മാസം കിട്ടും അല്ലേ? ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ലോൺ എടുത്ത് സ്വന്തമായിട്ട് കാറ് വാങ്ങിച്ച് എത്ര ആളുകൾ നിങ്ങൾക്ക് അറിയാം? കുട്ടികളെ പഠിച്ചൊരു വീട്ടമ്മ ബിടെക്കൊക്കെ കഴിഞ്ഞു, ജോലിക്കൊക്കെ പോയി തുടങ്ങി. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു കാറ് വാങ്ങിച്ച് അതിൽ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകുന്ന എത്ര ബിടെക് കഴിഞ്ഞ ആളുകളെ നിങ്ങൾക്കറിയാം? എത്ര ഗവൺമെന്റ് എംപ്ലോയീസിനെ നിങ്ങൾക്കറിയാം? എത്ര ആളുകളെ അറിയാം? അവരൊക്കെ കാറ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ വാങ്ങിച്ചത് അച്ഛനും അമ്മയും ഭർത്താവും ഒക്കെ തന്നെയാണ്. എൻ്റെ കാറിനെ വാങ്ങിച്ചേ ജീവിതത്തിന് ഒരു വാശിയായിട്ട് എടുത്താലേ നടക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വാശി ഉണ്ടെങ്കിൽ നേടാം. എനിക്ക് എന്തുണ്ടായിരുന്നു? സ്വപ്നം വേണം. ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, സ്വപ്നം ശരിക്കുണ്ടെങ്കിൽ നമ്മൾ സ്വപ്നം നേടാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് വിചാരിക്കും? പണം ഉണ്ടായിട്ട്
സ്വപ്നം കാണാം. പണം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് സ്വപ്നം കാണേണ്ടത്. സ്വപ്നം ഉണ്ടെങ്കിൽ മാത്രമേ പണം ഉണ്ടാവുള്ളൂ. എന്നെ കളിയാക്കിയ സ്ഥലത്ത്, എന്നെ പുച്ഛിച്ച സ്ഥലത്ത്, എന്നെ മാറ്റി നിർത്തിയ സ്ഥലത്ത് അവിടെയൊക്കെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് എനിക്ക് മാറണമെന്ന് ഞാൻ തീരുമാനിച്ച സമയത്ത് നിന്ന് എൻ്റെ കുടുംബത്തില്, എൻ്റെ നാട്ടില് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ബഹുമാനിക്കുന്ന ഒരാളായിട്ട് എനിക്ക് മാറാൻ പറ്റി. എന്തിലൂടെ? സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഹാസ്യം എന്ന് പറയുന്ന, രാവിലെ ഉണരുമ്പോ എന്താ പറയാ? ജയാസ്യം. രാത്രി ഉറങ്ങുമ്പോ എന്താ പറയാ? ജയാസ്യം. ആളുകൾ ഫോൺ ചെയ്താൽ എന്താ പറയാ? ജയാസ്യം. മാട്രിമോണി എന്ന് വിളിച്ചാൽ എന്താ പറയാ? ജയാസ്യം. മോളെ പെണ്ണ് കാണാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഞാൻ ജയാസ്യം പറഞ്ഞ് ക്ലോസ് ചെയ്തു. നമുക്ക് അതല്ലേ അറിയുള്ളൂ, നമുക്ക് വേറെ എന്തോ ഒന്നും പറയാൻ അറിയില്ലല്ലോ. എപ്പോഴും അതൊരു ശരിക്കും പറഞ്ഞ ഒരു മന്ത്രമായിട്ട് അത് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അത് മാറ്റിമറിക്കും. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ എനിക്ക് ഇല്ലായിരുന്നു. മാഡം നേരത്തെ പറഞ്ഞതുപോലെ പട്ട് പാവാട ആയിക്കോട്ടെ, ആഗ്രഹിച്ചതൊക്കെ ഇടാനുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ പോക്കറ്റ് അതിന് അനുവദിക്കൂല. ഏതെങ്കിലും ഒരു സാരി ഉണ്ടെങ്കിൽ അതിന് പലതരം ബ്ലൗസ് എടുക്കും. ഒരു ചുരിദാർ വാങ്ങിക്കണമെങ്കിൽ, ഞാൻ ആസിയമിന് ഹസ്ബൻഡ് ഗൾഫിലുള്ള സമയത്തൊക്കെ വളരെ നന്നായിട്ട് നോക്കിയൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും. ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റൂലായിരുന്നു. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് 3000-4000 ഒക്കെ സാലറി കിട്ടി, വരുമാനം വീട്ടിലില്ല എങ്കിൽ നമുക്ക് ചുരിദാറും ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചിടാൻ പറ്റുമോ? ഞാൻ വാങ്ങിക്കില്ലായിരുന്നു. ഈ സമയത്ത് സുനിൽ സാറിനോട് നന്ദി പറയാണ്. കാരണം എല്ലാ ഓണവും വിഷുവും സാർ ഓരോ ചുരിദാർ വാങ്ങിച്ചു. പിന്നെ സാറിന് ഷോപ്പിലെ ടേൺ ഓവറിന്റെ ഇൻസെന്റീവ് ഒക്കെ കിട്ടുന്ന സമയത്ത് മിനിമേടെ 2 ചുരിദാർ വാങ്ങിച്ചു. ആദ്യം സാർ പൈസ തരുമായിരുന്നു. അങ്ങനെ ഒരു 4 ചുരിദാർ ഒരു വർഷത്തിൽ കിട്ടിയാൽ നമ്മളെ കാര്യം സുഖായില്ലേ. പിന്നെ നമ്മൾ തുണി ഷോപ്പ് പോകേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്നതുകൊണ്ട് മക്കൾക്ക് ആവശ്യമുള്ള അത്യാവശ്യങ്ങൾ മാത്രം നടത്തി കൊടുത്ത ഒരു സമയം നിങ്ങളിന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റൂല. കാരണം ഇന്ന് നമ്മൾ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പല ജോലിക്ക് പോകുന്ന ആളുകളായിക്കോട്ടെ നമ്മളൊന്നും നോക്കാതെ വാങ്ങുന്നുണ്ട്. പക്ഷെ അന്ന് അതൊന്നും ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ ആസ്യം ഏറ്റെടുത്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ആണെങ്കിലോ എൻ്റെ മക്കൾക്ക് കാർഡ് എടുത്തു കൊടുത്തുകൊണ്ട് എവിടെ പോയി വേണമെങ്കിലും റേറ്റ് നോക്കാതെ പർച്ചേസ് ചെയ്യാം. എനിക്കാണെങ്കിലോ ചുരിദാറിന് വില ചോദിക്കണോ? ബാബു സാർ നേരത്തെ ചോദിച്ച പോലെ എന്തായാലും 25,000 സാരി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല ബാബു സാറേ. ഇപ്പോ സത്യത്തിൽ നമുക്ക് ആവുന്നത് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കില്ല രമ്യ വേണോ ഇപ്പൊ നമുക്ക്, കാരണം നമുക്ക് വാങ്ങാൻ പറ്റും. പറ്റാത്തതിനാണ് നമ്മൾ ആഗ്രഹിക്കുക. പറ്റുന്ന സമയം വരുമ്പോൾ നമുക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ പോരെ. ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും എന്ത് ഭക്ഷണം കഴിക്കണോ എങ്കിലും, എന്ത് തരത്തിലൊരു ഡ്രസ്സ് ഇടണോ എങ്കിലും, എത്ര ചെരുപ്പ് വാങ്ങണോ എങ്കിലും, എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് പറയും ഈ ജയലളിതന്റെ ചേച്ചിയാണിത്. കാരണം ആസിയമിൽ ഏത് ചെരുപ്പ് വന്നാലും ഞാൻ 2 കളർ ചെയ്തിട്ടുണ്ടെങ്കിലും പലതരം വാങ്ങിച്ചു കൊണ്ടുവച്ച് വീട്ടിലൊരു ഇഷ്ടം പോലെ ഷൂവിന്റെ അതേപോലെ ചെരുപ്പിന്റെ ഒരു എന്താ പറയാ, അത് നമുക്കൊരു ഇഷ്ടമാണ് അല്ലേ. നമ്മളെ കമ്പനി ഒരു സാധനം ഇറക്കുമ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ആസ്യമാണ് കേട്ടാ. ഓൺലൈൻ നോക്കി വാങ്ങണം. എന്നിട്ട് നമ്മൾ വാങ്ങിച്ച് അതേപടി കുറച്ച് കൊലുസൊക്കെ മാറ്റി വെക്കാനുണ്ട്. ഇതൊക്കെ മാറ്റി പിടിപ്പിച്ചേക്കുന്ന സാധന. കഴുത്തൊക്കെ ഒന്ന് വൈഡാക്കി ഒരു വെറൈറ്റി ഒക്കെ വരുത്തി ഇല്ല രമേടം. എന്നാലും നമുക്ക് മറ്റുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഇത് നമ്മൾ പണിയെടുക്കണം കുറച്ച്. കാരണം നമ്മളെ തരത്തിലേക്ക് ആക്കി വരാൻ നമ്മൾ കുറച്ച് പണിയെടുത്താൽ, അല്ലാതെ അതേപടി ഇടുന്നത് കൊണ്ട് ചിലത് നമ്മളൊരു ചേഞ്ചൊക്കെ വരുത്തും. പക്ഷെ ആസ്യമല്ലാതെ പുറത്തു പോയിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് ആ സുഖം കിട്ടുമോ? ആ ഒരു കംഫർട്ട് നമുക്ക് കിട്ടുമോ? ഒന്നും കിട്ടൂല. കാരണം നമ്മൾ അവിടെ കൊടുക്കുന്നത് നമ്മളെ കാശല്ലേ. ആസ്യമിന്റെ കാശ് കൊടുത്ത് മറ്റൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ അവിടെ PV കിട്ടുമോ? പിന്നെ നമ്മൾ എങ്ങനെയാ പോയി വാങ്ങുക? PV ഇല്ലാത്ത സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ PV ഉള്ളത് വാങ്ങിച്ച് ശീലിച്ചു. ഇഷ്ടമുള്ളത് ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഒക്കെ പറ്റി. പിന്നെ യാത്രകളില്ലേ, ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ കയറുക എന്നല്ലാതെ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ട്രെയിനിന് ബോർഡ് കണ്ടിട്ടുണ്ടാ? കോഴിക്കോട് ഭാഗത്തേക്ക് മറ്റൊക്കെ ഉണ്ടാവുമോ? ട്രെയിനിന് ബോർഡ് വെച്ചിട്ടുണ്ടോ സാറേ? മുന്നിലും ബാക്കിലും അങ്ങോട്ടാണോ പോകുന്നത്? നമ്മുടെ നാട്ടിലെ കുരുടി പോലെ കിടക്കണ സാധനം.
ഞങ്ങളുടെ നാട്ടിലുണ്ട്, എന്താ പറയാ, ഇവിടെയൊക്കെ ഇല്ലേ കുരുടി എന്നല്ലേ പറയാ, അല്ലേതാ പാലേതാ നമുക്ക് അറിയാത്ത പോലെ കിടക്കണതിൽ പേടിച്ചിട്ട് ടീം കണ്ണൂരൊക്കെ വന്നിട്ട് ഞാൻ ബസ്സിനായിരുന്നു പോകുന്നത്. കോഴിക്കോട്, എൻ്റെ നാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് ബസ് കേടായ സുനിസാറിനോട് ഫോൺ ചെയ്ത് പറയും, സാറേ ബസ് കേടാ, ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് കേട്ടോ, കാരണം വേറെ ബസ് കയറി നമ്മൾ എവിടെയെങ്കിലും കൊണ്ടാക്കി കളഞ്ഞാലോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് ബസ്സിന് പോലും വരാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ആ സ്ഥലത്ത് നിന്ന് ഞാൻ എൻ്റെ കാറ് എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. എൻ്റെ അമ്മായിമ്മ എന്നെ മുമ്പ് നാട്ടുകാരെ പേടിക്കണം വീട്ടുകാരെ പേടിക്കണം എന്നൊക്കെ പറഞ്ഞ അമ്മായിമ്മ ഇന്ന് രാവിലെ ഞാൻ പ്രോട്ടീൻ ഷേക്ക് ഒന്നും ഉണ്ടാക്കി കഴിച്ചത് അമ്മ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇറങ്ങുകയാണെന്ന് ഉറക്കത്ത് വിളിച്ച് പറഞ്ഞ് ഞാൻ എന്തോ എടുത്തിട്ട് പോയി വരുന്ന സമയത്തേക്ക് കാപ്പി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പെട്ടെന്ന് പോയി ഒരു കോൾമുട്ടേന്റെ ശബ്ദം ഞാൻ പിന്നെ കേൾക്കണത് 5:30 മണിക്ക്. ഇതാ പറയുന്നത്, എന്താണ് പവർ? പണമാണ് പവർ. ഇന്ന് അമ്മയെ മാറ്റി. അമ്മേന്റെ വീട്ടില് 7 മക്കളാണ്. 7 മക്കള് മരുമക്കളൊക്കെ വീട്ടില് ഓട്ടോറിക്ഷ വിളിച്ചു കൊണ്ടുവരും. എൻ്റെ അമ്മായിമ്മയ്ക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ കാരണം മുറ്റത്ത് ഇറക്കി കൊടുക്കും. എന്ത് വേണമെങ്കിലും അമ്മയ്ക്ക്, എൻ്റെ അമ്മയ്ക്ക് എന്ത് വാങ്ങിക്കൊടുത്തിരുന്നോ അതൊക്കെ എൻ്റെ അമ്മായിമ്മയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുത്തുകൊണ്ട്, അതുകൊണ്ടാണ് ഉറക്കത്തെഴുന്നേറ്റ് ഓംലെറ്റ് അടിച്ച് കാപ്പി തന്നിട്ടാണ് എൻ്റെ അമ്മായിമ്മ വിട്ടത്. തുടക്കത്തിലുള്ള എതിർപ്പൊന്നും ആരും നോക്കണ്ട, ഇവരൊക്കെ തിരിഞ്ഞു വരും കേട്ടോ. കുറച്ച് കാശൊക്കെ കയ്യിലായി കഴിഞ്ഞാല് അമ്മായിമ്മയില്ല, ഒന്നുമില്ല, ഒക്കെ നമ്മളെ സ്വന്തമായിരിക്കും. കാരണം അവര് നമ്മൾ പോയിട്ടില്ലെങ്കിൽ എന്താന്ന് ചോദിക്കും. ഒരു ചോദ്യം ഉണ്ടാവില്ല, രാവിലെ എന്താ നേരത്തെ പോകുന്നത്, വൈകുന്നേരം എന്താ വൈകി വരുന്നത്, ഈ ചോദ്യോത്തര പരിപാടികൾ ഒന്നുമില്ല. യാത്രകൾ ഇഷ്ടം പോലെ യാത്രകൾ നിങ്ങൾക്ക് ഫോട്ടോയിലൂടെ ഞാൻ കാണിച്ചു തരാം. പറയുമ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചെടുത്തത് എന്താണെന്ന് അറിയോ, ഞാൻ ഒരുപാട് ഈ വീട് വിട്ടിറങ്ങാത്ത ഞാൻ എൻ്റെ RCMലൂടെ എവിടെയൊക്കെ സഞ്ചരിക്കാൻ എനിക്ക് പ്രാപ്തിയായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സ്ഥലങ്ങൾ, കോഴിക്കോട് വിട്ടൊരു സ്ഥലത്ത് പോകാത്ത ഇന്ന് എല്ലാ ജില്ലയിലും. ഞാൻ ആലുവ സ്ഥിരം വരുന്ന ഒരാളാണ്. കോതമംഗലത്ത് എൻ്റെ ടീമിൽ ഒരു ഷോപ്പ് ഉണ്ട്, കോതമംഗലത്ത് വളരെ നന്നായിട്ട് നടത്തുന്നത്. മുമ്പ് ഞാൻ കോതമംഗലം വന്ന് 2-3 ദിവസം നിന്നിട്ട് പ്രോഗ്രാം കൊടുക്കുന്ന സ്ഥലത്ത് ഇന്ന് അവിടെ ലീഡേഴ്സ് വന്നതുകൊണ്ട് മാസത്തിൽ 1 പ്രാവശ്യം മാത്രം വരുന്നു. ഇന്ന് കേരളത്തിന് പുറത്തേക്ക് ടീം പോയി. അങ്ങനെ എവിടെ ഒരുപാട് യാത്രകൾ, കർണാടക ആയിക്കോട്ടെ, ഗോവ ആയിക്കോട്ടെ, സിൽവാസ ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, ജയ്പൂർ ആയിക്കോട്ടെ, തീരുമല്ലേ മേഡം പറഞ്ഞാൽ നമ്മൾ പോയ സ്ഥലങ്ങള്. കുറെ തായ്ലൻഡ്, എൻ്റെ മകളെ, എനിക്ക് തായ്ലൻഡ് പോയതല്ല, ഗോവയിൽ 3 ദിവസത്തെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് എൻ്റെ അമ്മ ഒന്നും ജീവിച്ചിരിപ്പില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചോ? എനിക്ക് അച്ഛന് കൊടുക്കാൻ സാധിച്ചില്ല, കാരണം ഞാൻ RCMൽ വരുന്നതിന് മുമ്പ് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ അഭിമാനത്തോടു കൂടെ, എന്നെ ചൊല്ലി അഭിമാനത്തോടു കൂടി എൻ്റെ അമ്മ പോയത്. കാരണം അമ്മ ആഗ്രഹിച്ചതിനപ്പുറം ഞാൻ ഇങ്ങനെ വരുമാനം വാങ്ങുമെന്നോ ഒരു കാറ് വാങ്ങി അമ്മേനെ അതിലിരുത്തി പല സ്ഥലങ്ങളിലും അമ്മേനെ കൊണ്ടുപോയി. അതിലൊക്കെ ഉപരിയായിട്ട് ഒരു അമ്പലത്തിൽ പോയിട്ട്, നമ്മളൊരു അമ്പലത്തിലോ പല സ്ഥലങ്ങളിലും പോയി റൂം എടുക്കുകയാണെങ്കിൽ എന്താ നമ്മൾ നോക്കുക, ഏറ്റവും കാശ് കുറഞ്ഞ ഏതാ റൂം എന്ന് നമ്മൾ നോക്കിക്കൊണ്ടാണ് എടുക്കുക. അമ്മേനൊരു അന്ന് നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലല്ലേ രമ്യ മേഡം, ഗോവയിൽ അമ്മേനെയും കൊണ്ട് പോയി 2-3 ദിവസം താമസിച്ച്. എന്താ പറയാ, അമ്മ അന്നെടുത്ത ഫോട്ടോസ് ഒന്നും 100 ചില്ലാനും ഫോട്ടോസ് എൻ്റെ എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഫോട്ടോ എടുത്തിട്ട് മതിയാവില്ല, കാരണം അമ്മേൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു അനുഭവം. ഞാൻ കോട്ടക്കെട്ട് അവിടെ നമ്മളൊരു കോൺഫറൻസ് ഇരുന്ന സമയത്ത് ബാക്കിലിരുന്ന് എൻ്റെ അമ്മക്ക് അറിയായിരുന്നു. കോഴിക്കോടുള്ള വേണു സാറ് പറഞ്ഞ, അമ്മ ഉണ്ട് മോളെ കരയുന്നു, എന്താണെന്നറിയില്ല, അസുഖം വല്ലതും ആയിട്ടാണ്. ഞാൻ പോയി നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, മോള് പോയിരുന്നോന്ന്. പിന്നെ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, എൻ്റെ മോള് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അത് പറയിപ്പിക്കാനും, അതുപോലെ വീട്ടിൽ പോകുമ്പോൾ ആഗ്രഹമായിരുന്നു. അമ്മ തിരിച്ചു പോരുമ്പോൾ അമ്മയ്ക്ക് ഒരു 500-1000 ഒക്കെ കൊടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഭർത്താക്കന്മാരെ പോക്കറ്റ് അനുവദിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് തിരിച്ചു വരുമ്പോൾ മക്കൾക്ക് അമ്മ എത്ര കൊടുക്കുമെന്ന് നോക്കിയതായിരുന്നു ഞാൻ ആദ്യം. കാരണം അതല്ലേ നമുക്ക് കിട്ടുന്ന പോക്കറ്റ് മണി എന്ന് പറയുന്നത് മക്കൾക്ക് കൊടുക്കുന്ന കാശായിരുന്നു. ആ അമ്മയ്ക്ക് ഇഷ്ടം പോലെ ഡ്രസ്സായിക്കോട്ടെ, കാശായിക്കോട്ടെ ഒക്കെ കൊടുക്കാനും എല്ലാം കൊടുക്കാനും എനിക്ക് RCMലൂടെ പറ്റിയിട്ടുണ്ട്. പറ്റണ്ടേ നമുക്ക്? അല്ലെങ്കിൽ നമ്മളെ അമ്മയ്ക്കും അച്ഛനും ചെയ്തിട്ടില്ല എങ്കിൽ നാളെ നമ്മളെ മക്കൾ നമ്മളെ നോക്കിയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ മക്കൾ നമ്മളെ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ നമ്മൾ മറ്റേത് ഒരിക്കലും പ്രതീക്ഷിക്കുകയേ വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് അച്ഛനും അമ്മയ്ക്ക് കൊടുത്തതുപോലെ
നാളെ എന്നെ എൻ്റെ മക്കൾ നോക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നോക്കൂലേ? കാരണം അവര് എൻ്റെ മോൻ ബിടെക് കഴിഞ്ഞാണ്, എൻ്റെ RCMലൂടെയാണ് അവനെ വിദ്യാഭ്യാസം കഴിപ്പിച്ചത്. മോള് ഡിഗ്രി കഴിഞ്ഞ് CA കോച്ചിങ്, CA ഓഫീസിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. എല്ലാവരും ചോദിക്കും മോൻ എന്താ RCMലേക്ക് കൊണ്ടുവരാത്തത്? മനഃപൂർവ്വം കൊണ്ടുവരാതിരിക്കുക. കഷ്ടപ്പാട് അറിയണം, പുറത്ത് എന്ത് നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് RCMൽ വരണം. RCM നല്ലതാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇന്ന് അവൻ എത്ര കഷ്ടപ്പാടാണെന്നറിയോ? മംഗലാപുരത്താണ് വർക്ക് ചെയ്യുന്നത്. 2 ദിവസം ലീവ് കിട്ടുള്ളൂ. വന്നാൽ ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ സമയം ഉണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ. ആള് മെലിഞ്ഞ്, വളരെ മെലിഞ്ഞിട്ടാണ്. പ്രൊഡക്റ്റ് കഴിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. ഒരു വരുമാനം ഒരു വർഷം കൂടുമ്പോൾ ഇൻക്രിമെന്റ് കിട്ടുക കുറച്ച്. അവനെ പഠിപ്പിക്കാൻ 5000 രൂപ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ RCM ചെയ്തത്. എനിക്ക് വേണ്ടിയല്ല ഞാൻ RCM ചെയ്തത്. അവനെ പഠിപ്പിക്കാൻ 5000 രൂപ RCMലൂടെ കണ്ടെത്താൻ വേണ്ടി RCM ചെയ്ത് ഇന്ന് എൻ്റെ വരുമാനത്തിലേക്ക് എൻ്റെ മകൻ എത്താൻ പറ്റുമോ? ഒരിക്കലും എത്താൻ പറ്റൂല. കാരണം എന്നെങ്കിലും അവൻ ഈ വരുമാനത്തിലേക്ക് പുറത്തുള്ള കഷ്ടപ്പാടറിഞ്ഞ് അതെല്ലാം ഇപ്പൊ പിടിച്ച് ഞാൻ RCM കൊണ്ടിട്ട് അവന്റെ മനസ്സിലുണ്ടാവും, ഞാൻ ബിടെക് കഴിഞ്ഞാൽ എനിക്ക് വലിയ ജോലി എന്തെങ്കിലും കിട്ടുമായിരുന്നു, അമ്മ എന്നെ RCM കൊണ്ടുവന്നിട്ട്. RCMൽ വരുമ്പോ എല്ലാവർക്കും സന്തോഷമാണോ സങ്കടം ആണോ ഉണ്ടാവുക? കുറച്ച് കഷ്ടപ്പെടേണ്ട വേണം. RCMൽ ഫീൽഡിൽ ഇറങ്ങണം. കുറച്ച് എന്താ പറയാ, തൊലിക്കട്ടി വേണം. നമ്മൾ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണ്. വന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് RCMലേക്ക് വരുമ്പോ ഇവിടെ എന്താ സൗകര്യം? കഴിഞ്ഞ ദിവസം ഞാൻ അവനെ കാണിച്ചു കൊടുത്തു. മോൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് കണ്ണൂരേക്ക് ട്രാൻസ്ഫർ നോക്കുന്നുണ്ട്, ആ സമയത്ത് എനിക്ക് കുറച്ചുകൂടെ സാലറി ഒക്കെ കൂടി കിട്ടും കേട്ടോ. ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ അമ്മയ്ക്ക് എത്ര വരുമാനം ഉണ്ട് മോനെ അറിയാവോ? അതൊന്നും എനിക്കറിയൂല. അറിയാവൂല മേഡം, അതൊന്നും എനിക്കറിയൂല. അമ്മ പൈസ കിട്ടുന്നുണ്ടെന്നേ എനിക്ക് അറിയുള്ളൂ. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് മോനെ കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖത്ത് നോക്കി പറയാം, അപ്പൊ എൻ്റെ അമ്മയുടെ വേൾഡ് ബാങ്ക് ആണല്ലേ, ഇനിയിപ്പോ പൈസക്ക് വലിയ ബുദ്ധിമുട്ട്. ഒരു 1 രൂപ തരൂല, ഞാൻ കൊടുക്കലില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അവന്റെ കാര്യത്തിന് അവൻ തന്നെ ചെയ്യണം, തിരിച്ചു കൊടുക്കലില്ല. എല്ലാ മാസവും എനിക്ക് ഇങ്ങോട്ട് പൈസ തരും. അത് നമ്മൾ വാങ്ങിക്കണം. നമ്മളെ മക്കളെടുത്ത് ആ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം അതെന്നെ സുജിത് സാർ പഠിപ്പിച്ച വാക്കുകളും പാഠങ്ങളുമാണ്. സാമ്പത്തിക അച്ചടക്കം, വീട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾക്കുള്ള സാധനം അവൻ ഇങ്ങോട്ട് അയച്ചു തന്ന് അത് അവൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. അവൻ ആവശ്യം വരും, എനിക്ക് അവൻ്റെ കാശ് ആവശ്യമുണ്ടോ സാറേ? RCMൽ നമുക്ക് അവരെ കാശ് ആവശ്യമില്ല. പക്ഷെ അവരെ സമ്പാദിച്ചില്ല നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് മക്കൾക്കെല്ലാം കൊടുക്കാൻ സാധിച്ച്. അന്ന് 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് വാങ്ങിച്ച് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ച് കണ്ണീർ കുടിച്ച് കിടന്ന ഷൈമയല്ലെന്ന് അതെനിക്ക് മാറ്റിക്കൊണ്ടുവന്ന് അവർക്കൊക്കെ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാനും. നാളെ അവരൊരിക്കലും എന്താവൂല, എന്നെ നോക്കാതിരിക്കും. ഇനി എന്നെ അവര് നോക്കണോ? ആരും ഒരിക്കലും നമുക്ക് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് പറയുന്നതിനനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ വിജയത്തിന്റെ താക്കൽ എവിടെയായിരിക്കണം? ലീഡേഴ്സിന്റെ കയ്യിലായിരിക്കണം. അപ്പൊ ലീഡേഴ്സിനോട് നമ്മൾ എങ്ങനെയാ പെരുമാറുന്നത്? അവരെങ്ങനെയാ നമ്മൾ കാണുന്നത്? ലീഡേഴ്സിനെ വിളിക്കണോ ആഴ്ച വരുന്നത്? ഭരത് സാർ എന്നെ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞാൽ നമ്മള് പിറ്റേ ദിവസം പോവുമോ? വൈകുന്നേരം വരെ ഞാൻ എങ്ങനെയൊന്ന് 4:30 ആയപ്പോൾ ഞാൻ സുജിത് സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ പോട്ടെ. എൻ്റെ മുഖം കണ്ടപ്പോൾ സാറിന് മനസ്സിലായത് അന്ന് അവിടെ ഒരു ഷിബു എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് കൂടെ ഉണ്ടായിരുന്നു. നാളെ ഈ വണ്ടി ഇങ്ങോട്ട് വരൂല. ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഷിബു സുജിത് സാറും കൂടെ വണ്ടിയിൽ വന്ന് ബൈക്കിന് വന്ന് നിൽക്കുന്നു. റോട്ടിൽ അവരെ കണ്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. റോഡാണെന്നൊക്കെ എൻ്റെ അടുത്ത് മറന്നു പോയിട്ടുണ്ട്. പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. ഞാൻ ഈ ഉപ്പിന്റെ പാക്കറ്റ് പൊട്ടി നോക്കാനല്ല സാറേ വന്നത്, ഇനി ഞാൻ ഇങ്ങോട്ട് വരൂല എന്നാണ്. അന്ന് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഷൈമ ഉണ്ടാവുമായിരുന്നു.
ഇതന്നെയാ നമുക്ക് പറ്റുന്നത്. ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ. പക്ഷെ അവിടെ എന്താ നമുക്ക് ഉണ്ടായത്? അന്ന് സുജിത് സാർ ആ വഴിക്ക് വന്ന് അത് സാറ്, പക്ഷെ പിറ്റേ ദിവസം ഭരത് സാർ എന്നെ ഫോണിൽ വിളിച്ച്, മോളെ ഞാൻ വീട്ടിൽ വരാൻ, ഞാൻ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ. കാരണം പറയാൻ അയാൾ പറഞ്ഞു പോയി. പിന്നെ ഞാൻ ഇങ്ങനെ കരയുന്നൊന്നും ഓർമ്മയില്ലല്ലോ. അങ്ങനെ എന്ത് പറഞ്ഞാലും കരയുന്ന, എവിടെ ഒരാളെ മുഖത്ത് നോക്കി സംസാരിക്കാത്ത, യാത്ര ചെയ്യാൻ അറിയാത്ത, അവിടെ നിന്നാണ് മാറി വന്നത്. ഈ ഒരു മാറ്റം കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. നമുക്കിത് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ സെയിൽ ചെയ്ത് ആർക്കെ എന്തേലും തോന്നുമോ, അവരെന്ത് പറയും, മറ്റവരെന്ത് വിചാരിക്കും, ഇതൊക്കെ മോശമല്ലേ, പൈസ കിട്ടുമ്പോൾ ഒരു മോശവും ഇല്ല. നമ്മൾ RCMന്റെ കാശ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള കാശാണ്? നമ്മൾ ആർക്കെങ്കിലും സിഗരറ്റ് വിട്ടിട്ടാണോ നമ്മൾ കാശ് ഉണ്ടാക്കുന്നത്? ഓരോ ആളുകൾക്കും നന്മ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? ഓരോ ആളുകളെ നന്മയിലേക്ക് നയിച്ചുകൊണ്ടാണ് നമ്മൾ RCMന്റെ കാശ് എന്ന് പറയുന്നത്. ഇത്രയ്ക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു കാശ് ഒരു മേഖലയിലും നിങ്ങൾക്ക് കിട്ടൂല എന്ന് ഞാൻ എൻ്റെ അനുഭവം കണ്ടല്ല, നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അത്രമാത്രം സമ്പത്ത് നമുക്ക് നേടിയെടുക്കാൻ നമ്മളൊന്ന് ഇറങ്ങി പ്രവർത്തിച്ച് പറഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരാൻ നമുക്കുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. എനിക്ക് തീരെ ഇല്ലാത്ത സാധനമായിരുന്നു. ഇന്ന് ഒരുപാട് ആളുകളിലെ നമുക്ക്, ഞാൻ മാത്രമാണോ, ഞാൻ എടുത്ത ഒരു തീരുമാനം കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാത്രമാണോ മാറ്റം ഉണ്ടായത്? ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരാനും ഞാൻ 5000 രൂപ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് എന്നും എൻ്റെ കയ്യിലുണ്ട്. ആ സമയത്താണ് എൻ്റെ ടീമിൽ ഒരു ഷോപ്പ് എടുക്കണം എന്ന് പറഞ്ഞ ഒരാൾ വന്നു. ആവുന്നത്ര ഞാൻ മുടക്കി നോക്കി. കാരണം ഒരാൾ ഷോപ്പ് കൊണ്ടുവന്നാൽ നമുക്കൊക്കെ എന്താ മടി, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഭയങ്കര മടിയല്ലേ? ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടി. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ ഷോപ്പ് ഒന്നും ഇടണ്ട, ഇവിടുന്ന് ഇഷ്ടം പോലെ സാധനം ഉണ്ടല്ലോ, ഇത് കൊണ്ട് വിറ്റാൽ മതി, നിങ്ങൾ ഷോപ്പ് ഒന്നും എടുക്കണ്ടെന്ന്. അന്ന് സേവ്യർ സാറ് തൃശ്ശൂരിൽ നിന്ന് എവിടെയോ ഒരു BJ കളിച്ചത്, തൃശ്ശൂരിൽ തന്നെയാ വന്നത്. എനിക്ക് സേവ്യർ സാറിനെ കിട്ടിയത് തൃശ്ശൂരിൽ നിന്ന്. ആരെവിടെ നിന്ന് വരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ, നിങ്ങളെ ടീമിൽ ഈ ഇരിക്കണ അതേപോലെയുള്ള ഒരാൾ വന്നാൽ അയാളെ പറ്റി നിങ്ങൾ എന്ത് ചിന്തിക്കും? സ്റ്റാർപ്പളാന്ന് വിചാരിക്കോ സാറേ? വിചാരിക്കുവോ? ഇത് മാറി വരുമെന്ന് വിചാരിക്കുവോ? ഇത് കയറി ഇന്ന് ക്ലാസ് എടുക്കുമെന്ന് വിചാരിക്കുവോ? ഇത് നാളെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റം കൊണ്ടുവരാൻ പറ്റും. സ്വന്തമായിട്ട് ഡ്രൈവിംഗ് പഠിക്കും, കാർ എടുക്കും, പോവും. ഇങ്ങനെ ഇതേപോലെയുള്ള, ഇവിടെ നിന്ന് തന്നെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് വിളിച്ചത്, ഇതേപോലെയുള്ള ബഹുമാനങ്ങളും ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ബഹുമതിയൊക്കെ തേടി വരും ഇതേപോലെയുള്ള ആളുകളെ വിചാരിക്കുമോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ലീഡേഴ്സാണ് നമ്മളെ കരുത്തും നമ്മളെ ശക്തിയും നമ്മളെ തിരിച്ചറിയുന്ന ആളുകളും. ഇതേപോലെ നമ്മളും നമ്മളെ കൂടെ വരുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് തേച്ച് മിനുക്കി കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അന്ന് സേവ്യർ സാറിന് ഒരു BJ ആരോ ഇവിടെ മുട്ടുവേദന മാറിയപ്പോൾ അവരെ ഏട്ടനാണ് പറഞ്ഞത്, RCMന്റെ ഉൽപ്പന്നങ്ങളെ പറ്റി പറഞ്ഞു. ഷോപ്പിൽ വന്ന് സാധനം വാങ്ങിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ തൃശ്ശൂർ നല്ല റെഫറൻസ് വന്ന് അയാളെ കൂടെ ജോയിൻ ചെയ്തോളൂ. ഇവിടെ എങ്ങനെയാണ്, ആരാണോ പറയുന്നത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് ഇന്നും ആ ഷോപ്പിൽ കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ അവിടെ വരുന്ന ഒരാളെ പോലും നമുക്ക് അർഹരല്ലാത്ത, കാരണം കോടിക്കണക്കിന് ജനങ്ങൾ വരുമ്പോൾ മറ്റൊരാളെ റെഫറൻസ് നമ്മൾ എടുക്കാൻ പാടുണ്ടോ? അങ്ങനെ അയാൾ പറഞ്ഞ തൃശ്ശൂർ തന്നെ ജോയിൻ ചെയ്തോളൂ. ഇയാള് BJ കളിച്ചു എന്നല്ലാതെ BJ എങ്ങനെയാ RCMന്റെ ഈ സിസ്റ്റം ഒന്നും അറിയാത്ത ആളായതുകൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട് തന്നെ ജോയിൻ ചെയ്താൽ മതി, ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല. ലീഡേഴ്സ് ഇതാണ് ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ രമ്യ മേഡത്തിന്റെ ടീമിലൊക്കെ വരേണ്ടതായിരിക്കാം, ഇല്ലേ രമ്യ മേഡം? ആ, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തോളൂ. അങ്ങനെ ആ ഷോപ്പ് എടുത്തു. പിന്നെ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം ഒരാള് ജീവിതകാലം മുഴുവൻ ഗവൺമെന്റ് സർവീസിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയപ്പോൾ കാശ് എടുത്തിട്ടാണ് ഷോപ്പ് തുടങ്ങിയത്. അയാളെ രക്ഷപ്പെടുത്തണ്ടേ? അയാൾ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഷോപ്പിൽ RCMന്റെ ഷോപ്പ് തുടങ്ങിയ തുടക്കത്തിൽ സെയില് വരുമോ? ഉണ്ടാവോ? 25,000 സെയില്, 30,000 സെയില്, അത് 50,000 ആക്കാൻ ഞങ്ങൾ എഫേർട്ട് ഇട്ടു. അങ്ങനെ ആ സെയില് സേവ്യർ സാറിനെ രക്ഷപ്പെടുത്തലായി. പിന്നെ എൻ്റെ ഉത്തരവാദിത്തം എന്താണ്? എനിക്കൊരു 5,000 കിട്ടി, അതൊക്കെ മതി, ഞാൻ അതേ വിചാരിച്ചുള്ളൂ. ഇനി എന്താക്കണം? സേവ്യർ സാറിന് ഒരു 5,000 രൂപയെങ്കിലും ഇതിൽ നിന്ന് കിട്ടണം. മുടക്കു മുതലെങ്കിലും സേവ്യർ സാറിന് കിട്ടണമെങ്കിൽ എന്താക്കണം? ഞാൻ സേവ്യർ സാറിന് സപ്പോർട്ട് ചെയ്യണ്ടേ? അങ്ങനെ സേവ്യർ സാറിനെ സപ്പോർട്ട് ചെയ്യാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സമയം ഇഷ്ടം പോലല്ലേ നിങ്ങൾക്ക് RCM പറയാൻ?
എനിക്ക് എൻ്റെ ഷോപ്പുണ്ട്, എൻ്റെ വീടുണ്ട്, പിന്നെ സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിൽ കയറണം, വിളിക്കാൻ ഫോണില്ല, മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ അവസരമില്ല. പ്രതിസന്ധികളൊക്കെയാണ് നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഒരു പ്രതിസന്ധിയും ഇല്ലാതെ നല്ല സുഖസുന്ദരമായിട്ട് ആരെ ആർസ്യം ചെയ്ത് വിജയിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ലീഡേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ കഥകൾ കേൾക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ജയിച്ചാണോ? എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. എല്ലാവർക്കും ഒരുപാട് പ്രതിസന്ധികളിലൂടെ അതിനെ തരണം ചെയ്ത് തന്നെ വന്നതാണ്. ഒഴിവുണ്ടാക്കി വിളിച്ച് പറഞ്ഞ് അവിടുത്തെ സെയില് കൂട്ടാൻ അവിടെ ടീമിനെ ഉണ്ടാക്കി സേവ്യർ സാറിന്റെ സെയില് കൂട്ടണമെന്നായി. ഇന്ന് ഞാൻ എടുത്ത ഒരു തീരുമാനത്തിലൂടെ സേവ്യർ സാർ ഇന്ന് ആ ഷോപ്പിൽ 8 ലക്ഷം 9 ലക്ഷം ടേൺ ഓവർ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. എത്ര രൂപ വരുമാനം കിട്ടും? 8-9 ലക്ഷം ടേൺ ഓവർ ചെയ്യുന്ന സമയത്ത് ഒരു 10-60,000 രൂപ മാസം കിട്ടൂലേ? ഇന്ന് പ്ലാറ്റിനം അച്ചീവറാണ്. എത്ര വരുമാനം കിട്ടും? എൻ്റെ വരുമാനം ഒരു ഷോപ്പും അതിലൂടെ നല്ലൊരു ടീമും. ഒരുപടി റോയൽറ്റി അച്ചീവേഴ്സ് ഉണ്ട്, സ്റ്റാർ അച്ചീവേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ അച്ചീവർ ഉണ്ട്. അവർക്കൊക്കെ എൻ്റെ ഒരു തീരുമാനത്തിലൂടെ വീട്ടിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഇരിക്കണ എനിക്ക് പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളൊരു തീരുമാനത്തിലൂടെ എത്ര ആളുകളെ ജീവിതത്തിനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും? ഇല്ലേ? സംശയം ഉണ്ടോ? നോക്കുന്നുണ്ടോ? അങ്ങോട്ട് നോക്കിക്കോളൂ, എന്നെ നോക്കണ്ട. അങ്ങോട്ട് നോക്കുമ്പോ ധൈര്യം കിട്ടുള്ളൂ. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തി എന്നുള്ളത് നോക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് പോരുന്നത്. അവിടുന്ന് പോലും അല്ല ഇതിന് മുന്നേ ഉള്ള ഫോട്ടോ ഇല്ല അന്ന്. കാരണം ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കയ്യിൽ ഫോട്ടോ എടുക്കാൻ സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലല്ലോ സാറേ. ഈ കീപാഡ് വെച്ചിട്ടുള്ള സാധനങ്ങളല്ലേ. വല്ലപ്പോഴും ഒരു ഫോണിൽ ഫോട്ടോ ഒക്കെ ആരെങ്കിലും ക്യാമറ വെച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഫോട്ടോ ഒക്കെ ആരും എടുക്കുക? ബില്ലടിക്കുന്ന ആ പെണ്ണുങ്ങളെ ഫോട്ടോ എടുത്തിട്ട് വല്ല കാര്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് എടുക്കുവോ? എടുക്കുകയില്ല. നമ്മളെ മൈൻഡ് ചെയ്യില്ല. നമ്മളെ ലീഡേഴ്സ് നമ്മളുടെ കഴിവുള്ള കഴിവല്ല, ഇല്ലാത്ത കഴിവ് നമ്മളെ ലീഡേഴ്സ്. നിങ്ങൾക്ക് എന്താ പറയാ? എനക്കത് പറ്റും ഇല്ല. നമ്മൾ ഓരോരുത്തരോട് എന്താ പറയുന്നത്? നിനക്ക് സെയിൽ ചെയ്യാൻ പറ്റും, നീ പറഞ്ഞാൽ കേൾക്കും, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, ഇത് പറഞ്ഞു നോക്ക്, അത് പറഞ്ഞു നോക്ക്, ചോദിച്ചും പറഞ്ഞും. ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, മുഴുവനായിട്ട് നമ്മളെ അങ്ങോട്ട് ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവരിക ചെയ്യുക. സ്വപ്നങ്ങളില്ലായിരുന്നു. ഹേമന്ത് സാറ് ഒക്കെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമ്മളെ മീറ്റിങ്ങിൽ കയറിയിട്ട് പറയും, ഈ വണ്ടി എടുത്ത് സ്വന്തമായിട്ട് വണ്ടി എടുത്ത് യാത്ര ചെയ്ത് പോകുമ്പോഴൊരു സുഖമുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ വിചാരിക്കും, ആ സുഖമൊക്കെ ആർക്കെങ്കിലും ഒക്കെ അനുഭവിക്കാൻ പറ്റും. കാരണം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഇന്ന് ആ സൗകര്യവും സന്തോഷവും ഒക്കെ അനുഭവിക്കുകയാണ്. ഏറ്റവും ബാക്കിൽ ഇരുന്ന സമയത്ത് നമുക്ക് എന്തായിരുന്നു? ഈ മുന്നിലെ സീറ്റ് കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെങ്കിലും ഒരു ദിവസം ആ മുന്നിലത്തെ സീറ്റിൽ ഒന്ന് ഇരിക്കാൻ പറ്റുമോ? ബാക്കിൽ ഇരിക്കണമെന്ന് ആദ്യം ആഗ്രഹിച്ചു. കാരണം പുറത്ത് ഇതേപോലെ ഇരുന്ന സമയത്ത് ഈ ഹോളിനുള്ളിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ ഹോളിനുള്ളിൽ കയറിയപ്പോൾ എന്തായി? കുറച്ചൊന്ന് ഒരു 4 സീറ്റ് ബാക്കിലെങ്കിലും എത്തിയാൽ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് എന്തായി? ആഗ്രഹം ആ മുന്നിലെ സീറ്റിലേക്ക് ഒന്ന് ഇരുന്നാൽ. ഇപ്പൊ ഞാൻ എവിടെയാ നിൽക്കുന്നത്? സ്റ്റേജിലല്ലേ നിൽക്കുന്നത്. അത് നമ്മൾ ആഗ്രഹിച്ചാലേ നമ്മൾ കിട്ടുള്ളൂ. നമ്മൾ മാറി നിന്നാൽ ഇതൊന്നും നമുക്ക് നടക്കൂല. ഈ ഒരു വീട്ടമ്മയായിട്ടുള്ള ഇങ്ങനെ ഇരുന്ന് കൗണ്ടറിലിരുന്ന സാധനങ്ങൾ കൊടുത്ത് ഒന്നും പറയാതെ ഒരു കഴിവില്ലാത്ത എനിക്ക് മാറാൻ പറ്റുമെങ്കിൽ ഇനി ഒന്ന് ചേഞ്ച് ആക്കിക്കോ. എനിക്ക് ഇതൊക്കെ നടന്നോന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ എന്തൊക്കെ ചെയ്തു, എവിടേക്ക് പോയി എന്നൊക്കെ. കുറച്ച് ഫോട്ടോസേ ഉള്ളൂ, കുറച്ച് മാത്രം. എൻ്റെ സ്റ്റാർ അച്ചീവ്മെന്റ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറേശ്ശെ മാറി കോഴിക്കോട് നടന്നതിൽ വെച്ച പ്രോഗ്രാമിൽ എന്നോടൊപ്പം കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമേ RCM-ലുള്ള, ബാക്കി എല്ലാവരും RCM വിട്ടിട്ട് പോയി സ്റ്റാർ ആയ ശേഷം. തീരുമാനത്തിന്റെ ബാക്കിയാണ്. നമ്മൾ സംസാരിച്ച് പഠിച്ച ഒരു വേദിയാണ് കോഴിക്കോട്. വീക്കിലി മീറ്റിംഗ് ആരംഭിച്ചു. ഈ സമയത്ത് കോഴിക്കോട് മിംസ് വിനോദ് സാറാണ് ആ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. മീറ്റിങ്ങിൽ കയറി പഠിക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് വൈകുന്നേരം 5 മണിക്ക് മീറ്റിംഗ് വിളിച്ചാൽ ഇവിടെയുള്ള എത്ര ലേഡീസ് പോകും 5 മണിക്ക് മീറ്റിംഗ് കേൾക്കാൻ? 7:30-7:45 വീട്ടിൽ നിന്ന് എത്താൻ പറ്റുള്ളൂ. 8 മണിയാവും വീട്ടിലെത്താൻ. സൗകര്യമാണോ? 8 മണിക്ക് ഒരു വീട്ടില് പുറത്ത് റോഡ് സൈഡിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറി പോകുന്ന ഒരു ലേഡീനെ കൊണ്ട് ആളുകൾ എന്താ പറയാ? നല്ലത് പറയൂലേ? എല്ലാ ആഴ്ചയും വീക്കിലി മീറ്റിംഗ് ഉണ്ടായിരുന്നു. പഠിക്കണം എന്നുള്ള ആരാവശ്യമായിരുന്നു? എൻ്റെ ആവശ്യമല്ല, എൻ്റെ വാശിയായിരുന്നു. പഠിക്കണം, പറഞ്ഞു കൊടുക്കണം. അവിടെയാണ് ആ ഒരു വീക്കിലി മീറ്റിംഗ്. നമ്മളെ മീറ്റിങ്ങിലൂടെ മാത്രമേ നമ്മൾ കാര്യങ്ങൾ പഠിക്കാനും. ചെറിയ ചെറിയ മീറ്റിംഗ്, ഇത് വലിയ മീറ്റിംഗ് അല്ലായിരുന്നു. ചെറിയ ഇത് ഞാൻ പേര് പറഞ്ഞ് പരിചയപ്പെടുക. എന്താ എൻ്റെ പേര് പറയുന്നുള്ളൂ, അത് തന്നെ വലിയ കഷ്ടമായിരുന്നു.
അങ്ങനെ ചെറിയ ചെറിയ സംസാരത്തിലൂടെ ആ ഒരു വീക്കിലി മീറ്റിങ്ങിലൂടെയാണ് RCMന്റെ പ്ലാന് പറയാനും RCMലെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റിനെ പറ്റി പറയാനും ഓരോ ആഴ്ചയിൽ കേട്ട് പഠിച്ച് പിന്നെ അത് കയറി നിന്ന് വിനോദ് സാർ എനിക്ക് ഓരോ ചാൻസ് തന്ന് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ പറഞ്ഞാണ് ഞാൻ RCMലേക്ക് ഒന്ന് കയറി നിന്നത്. നമ്മൾ എന്താവണം, ആദ്യം നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, അവിടെ നിന്ന് കേട്ട് പഠിക്കണം, പിന്നെ നമ്മൾ പറയാൻ. ഇത് എനിക്ക് തോന്നുന്നു മൈസൂരിൽ വെച്ച് നടന്ന കുറച്ച് ഫോട്ടോസാണ് മാത്രമാണ്. മൈസൂരിൽ നടന്ന ഒരു ആനിവേഴ്സറിയിൽ ഞാൻ എൻ്റെ സ്റ്റാർ ഗോൾഡ് അച്ചീവ്മെൻ്റ് ആണ് മൈസൂരിൽ വെച്ച് അന്നൊരു 2 ദിവസത്തെ ട്രിപ്പും ടൂറും ഒക്കെ ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ യാത്ര. അതുകൊണ്ട് ഈ ഫോട്ടോ ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് കേരളം വിട്ട് അതല്ലെങ്കിൽ ട്രെയിനിലൊക്കെ പോയിട്ട് ഇത്രയും ദൂരം പോയി ഒരു ടൂറ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഞാനൊരു ടൂറ് പോയതാണ് മൈസൂരിലേക്ക് RCMനൊപ്പം. അതേപോലെ അടുത്ത സ്ലൈഡ് കാണിച്ചത് ഈ നിൽക്കണ എല്ലാവരും പരിചയമല്ലേ? ബീനു സാർ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു, വലിയ സ്നേഹത്തോടു കൂടെ എനിക്ക് ആശംസയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാ ലീഡേഴ്സും നമ്മളെ കൂട്ടുകെട്ട് ആരുമായിട്ടായിരിക്കണം സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സുമായിട്ട് നമ്മൾ കൂട്ടുകൂടാൻ നമ്മൾ ശ്രദ്ധിക്കണം. RCMലും ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ. ഞാൻ ഉയരാനുള്ള കാരണം എൻ്റെ എല്ലാ കൂട്ടുകെട്ടും എല്ലാ സംസാരവും എല്ലാ പ്രവർത്തനവും എല്ലാ യാത്രകളും ഈ ലീഡേഴ്സിനോടൊപ്പമാക്കി മാറ്റി മറ്റുള്ള സമൂഹത്തിൽ പല കല്യാണങ്ങളും വീട്ടുകൂടലും പല കാര്യങ്ങളും ഉണ്ടാവും. അതിനൊക്കെ മാറ്റണം എന്നല്ല, അതിനൊക്കെ നമ്മൾ പ്രയോറിറ്റൈസ് എന്തിനു കൊടുത്തു? RCMനോട് കൊടുത്തു. ഇത് മൈസൂരി ബത്താനിയന്റെ ഇനാഗുറേഷന് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. നമ്മളെല്ലാ യാത്രകളും നമ്മളെ ലീഡേഴ്സിനോടൊപ്പം ആക്കി മാറ്റി. കോഴിക്കോടിന്റെയും എല്ലാ ലീഡേഴ്സും അതിനകത്തുണ്ട്. നമ്മളെ സഫയർ മൂത്ത് സാറിന് ഈ ഒരു അവസരത്തിൽ എപ്പോഴും നമുക്കൊരു അനുഗ്രഹവും താങ്ങും തണലും 24 മണിക്കൂറും എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ മൂത്ത് സാറിന്റെ കാര്യത്തിൽ 24 അവർ തന്നെയാണ് അല്ലേ? എപ്പോ വിളിച്ചാലും ലൈവായിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതാണ്, എൻ്റെ ടീമിലുള്ള ഒരാൾ മെസ്സേജ് ഇട്ടാൽ ഒരു പക്ഷേ ചിലപ്പോൾ രാവിലെ ഇട്ടാൽ വൈകുന്നേരമായിരിക്കും ഞാൻ മറുപടി കൊടുക്കുക. സഫയർ ആയിട്ടുള്ള മൂർത്തി സാർ നമ്മളൊരു മെസ്സേജ് ഇട്ടാൽ വിത്തിൻ സെക്കൻഡ്സ് ചില സമയത്ത് നമുക്ക് തിരിച്ച് മെസ്സേജ് വരുന്ന ഒരു ലീഡർ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇതൊക്കെ എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവരോടൊപ്പമുള്ള ഒരു യാത്രയുടെ ദൃശ്യങ്ങളാണ്. എങ്ങനെയുണ്ട് സ്ഥലം? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഫ്ലൈറ്റ് യാത്ര നടത്തിയിട്ടുണ്ട്, പക്ഷെ ഈ ഫ്ലൈറ്റ് യാത്ര ഞാൻ മറക്കൂല. കാരണം തായ്ലൻഡിലേക്ക് പോയപ്പോൾ തായ് എയർവേസ് എന്ന് പറയുന്ന ഒരു വമ്പം ഫ്ലൈറ്റാണ്. നമുക്ക് ഫോട്ടോ എടുത്താലൊന്നും കൊള്ളൂല, ഇത് അതിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ്. ഇത് നമുക്ക് കിട്ടുകയില്ല. അത്രയും വലിയൊരു ഫ്ലൈറ്റിലുള്ള നമ്മളെ യാത്രയായിരുന്നു. ബസ്സിന് കയറാൻ അറിയില്ലായിരുന്നു, ട്രെയിനിന് ഇപ്പൊ അതെ ഫ്ലൈറ്റില് അതൊക്കെ കാണിക്കേണ്ട ശരിക്കും. ഇതൊക്കെ നടക്കും. ബസ് കയറാൻ അറിയാത്ത, ബസ്സിന് പോകാൻ കാശില്ലാത്ത ഞാൻ ഇന്ന് 11ഓളം ഫ്ലൈറ്റ് യാത്രകൾ ജീവിതത്തിൽ ഇഷ്ടമായിരുന്നു, ഫ്ലൈറ്റ് കാണാനൊക്കെ. പക്ഷെ ഉള്ളിൽ കയറി ഫ്ലൈറ്റ് കാണാൻ 100 രൂപ എൻട്രി ഫീ കൊടുക്കണം അല്ലേ? നമ്മൾ എയർപോർട്ടിൽ ആരെയും റിസീവ് ചെയ്യുമ്പോൾ ആ 100 രൂപ ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് പറക്കണ കണ്ട് ആ ഫ്ലൈറ്റിനകത്ത് 11 പ്രാവശ്യം കയറാൻ അവസരം ആരുണ്ടാക്കി തന്നു? എനിക്ക് RCMാണ് എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി. എൻ്റെ അമ്മയാണ്. അമ്മേനും കൂടെ അമ്മ ഒന്നും ജീവിച്ചിരിപ്പില്ല, പക്ഷെ അങ്ങോട്ട് ഞാൻ നോക്കിയാൽ പിന്നെ ബാക്കി രമ്യമ്മയുടെ അവിടെ പൂരിപ്പിക്കേണ്ടി വരും. എൻ്റെ അമ്മയോടൊപ്പം 3 ദിവസം ഇതാ പറഞ്ഞ ഒരുപാട് സന്തോഷത്തിൽ ഒരമ്മയ്ക്ക് ഒരു മോൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷങ്ങളൊക്കെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളെ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ സന്തോഷങ്ങളൊക്കെ കൊടുക്കണമെങ്കിലും നമ്മളെ മക്കൾക്ക് വേണ്ടി നമുക്ക് എന്താ പറയാ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കണം. നമ്മൾ എവിടെ ഉറച്ചു നിന്നാൽ പോലെ ഉറച്ച് നമ്മളെ നിപ്പെന്ന് ഉറപ്പിക്കണം. അവരുറച്ചു നിന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ആരാ ഷോളിട്ട് വരുന്ന? 2 കോർ ലീഡേഴ്സ് അല്ലേ എൻ്റെ വീട്ടിലെ. എൻ്റെ എന്താ പറയാ ഷോക്കേസിൽ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്കറിയാം ഇവരെ കയ്യിൽ നിന്ന് ഇതേപോലെ ഒരു ഷോൾ എനിക്ക് വാങ്ങാൻ പറ്റുമോ എന്നറിയില്ല. ഒരു പക്ഷേ എന്താ പറയാ നമുക്കൊന്ന് എത്തിപ്പിടിക്കാൻ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് എങ്കിലും ഒന്ന് ഇരുന്ന് നമ്മൾ ഇന്ന് അവര് വാങ്ങുന്ന വരുമാനം, അവര് ചെയ്യുന്ന ബിസിനസ്സും നമ്മൾ എന്താ പറയാ അവരായിട്ടല്ലേ ഇന്ന് നമ്മളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എപ്പോഴും നമ്മളോട് വിളിച്ച് നമ്മളെ സംസാരിച്ച് കൂടെ ചേർന്ന് നിൽക്കുന്നത്. RCMൽ ഉയരുന്നതിനനുസരിച്ച് പില്ലവിൽ ഉയരുന്നതിനനുസരിച്ച് അവരൊക്കെ
സ്വഭാവം എങ്ങനെയാ? ഗ്രൗണ്ട് ലെവലിലേക്ക് മാറുക, താഴ്മയാണ് കൂടുക. RCM മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിൽ 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആള് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. ഓട്ടെ, 1 ലക്ഷം വാങ്ങിക്കുന്ന ഒരാളുണ്ട്, എന്താ കഥ? എന്തായിരിക്കും കഥ? അവരെ അടുത്ത് പോയി നിൽക്കാൻ അവർ സമ്മതിക്കോ? നമ്മളെ കണ്ടൊന്ന് ചിരിക്കോ? ഒന്ന് സംസാരിക്കോ? റെക്കഗ്നേഷൻ, അംഗീകാരങ്ങൾ കിട്ടാൻ ഒരു കറി വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞ് സമ്മതിക്കാത്ത സ്ഥലത്ത് 2 ലീഡർമാര്. ഈ ഒരു സന്തോഷം എൻ്റെ ലീഡർ തന്നെയാണ്, കോഴിക്കോട് വണ്ടർവേൾഡ് ഓണറായിട്ടുള്ള സുരേഷ് ബാബു സാറാണ്. സാർ അന്നത്തെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ആ ചിരി നോക്കിയ 2 സഫയർമാര് എന്താ ഒരു ബില്ലിംഗ് സ്റ്റാഫ് ആയിട്ട് 2500 രൂപ മാസ വരുമാനത്തിന് വന്ന ഒരാളെ ഇതേപോലെ ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് എന്നെ എൻ്റെ ലീഡേഴ്സ് ആദരിച്ചതാണ്. ഈ ഫോട്ടോ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുള്ളത് കൂടെ എൻ്റെ അംഗീകാരങ്ങൾക്ക് വേണ്ടി, അതിനു വേണ്ടി ഒരു ആർട്ട് ഗാലറി പോലെ ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് വന്നിട്ട് കാണാം. അത്രയും ഫോട്ടോസ് ഞാൻ അത് അവിടെ അങ്ങനെ മെയിലിൽ ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെച്ചതാണ്. കാരണം അതൊരു അഹങ്കാരമല്ല. ഒരിക്കലും ജീവിതത്തിൽ നടക്കാൻ എന്താ പറയാ സാധിക്കൂല എന്ന് വിചാരിച്ച, അതല്ലെങ്കിൽ സാധിക്കാൻ യാതൊരു കാരണമില്ലാത്ത ഒരാളാണ് മാറി വന്നത്. അതുകൊണ്ടാണ് എനിക്കൊന്നും ഇങ്ങനെ കിട്ടാൻ യാതൊന്നും, ഞാൻ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ, എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ, എന്തെങ്കിലും അറിയോ? RCM എന്ന് പറയുന്ന ഈ ഒരു RCM ഗുഡ് RCM അല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ല. RCM ഉൽപ്പന്നങ്ങൾക്ക് പുറത്ത് RCM എന്ന് പറയുന്ന ഈ 3 അക്ഷരം മാറ്റി വെച്ച ഇന്നും ഞാൻ ആരാ? ഈ 0 തന്നെയാണ്. ഈ 3 അക്ഷരം ചേർന്ന് നിൽക്കുമ്പോഴേ ഈ ഒരു പദവിയും പ്രൗഢിയും ഒക്കെ ഉള്ളൂ. ഇത് പ്രത്യേകം എടുത്തു വെച്ചതാ. എനിക്ക് 2500 രൂപ എൻ്റെ കയ്യിലേക്ക് വെച്ചെന്ന ആ കയ്യിൽ നിന്ന് വാങ്ങിയ ഫോട്ടോ ഞാൻ സൂക്ഷിക്കണ്ടേ? വേണ്ടേ? 2500 രൂപ മാസത്തില് തന്നിട്ട് ഒരു മാസം 300 രൂപ കയ്യിലേക്ക് കാശ് തരുന്ന ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. തരാനില്ല. അക്കൗണ്ടിൽ മുഴുവൻ കാശ് വാങ്ങിയിട്ട് മുഴുവനായിട്ട് തീർന്നു പോയ സമയത്ത് ചീത്ത പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഈ തരുന്ന അവാർഡ്, ഓൾ ഇന്ത്യ എനിക്ക് കിട്ടിയ അവാർഡ് എനിക്ക് തരാനുള്ള സൗഭാഗ്യം കുറച്ച് കാര്യങ്ങൾ. ഇതൊരു ഒരുപാട് അച്ചീവ്മെന്റുകൾ എനിക്ക് ബിനി മാഡം എപ്പോഴും സുജിത് സാറ് മുന്നിൽ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിലും ഒരു കൂടെ പറഞ്ഞ ഒരു സഹോദരിനോട് എങ്ങനെ സ്നേഹം ഉണ്ടാവുമോ അതുക്കപ്പുറത്താണ് ബിനി മാഡം എന്നെ കാണുന്ന സമയത്ത് ആ ഫാമിലി മൊത്തം, ആ വീട്ടിൽ ഒരു സാധനം എന്താ പറയാ, നമ്മൾ പറയൂല എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവര് ദിവസം ഉണ്ടാക്കുന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ, വീട്ടിലൊരു എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ, എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കുള്ള ഷെയർ പിറ്റേ ദിവസം കൊണ്ടുവരും. 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ ചീത്ത പറയും, അതല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഞാൻ കൊണ്ടുപോകണം. അതാണ് ആ ഒരു സ്നേഹം. ഇത് കണ്ട ആരാണ് ഇനാഗുറേഷൻ ചെയ്യുന്നത്? എന്റെ കറക്റ്റ് ഫോട്ടോ ഒന്ന് പിക്ക് ചെയ്ത് ഡയമണ്ട് ആണ് എന്റെ കാർ ഇനാഗുറേറ്റ് ചെയ്തത്. എവിടെന്നാ വന്നത്? ഞാൻ എവിടെയായിരുന്നു ഇരുന്നത്? ആ ബെഞ്ചിന് പുറത്ത്, മീറ്റിംഗ് ഹാളിന് പുറത്തിരുന്ന് അവിടെ നിന്ന് ഒരു കാർ, ഒരു സൈക്കിൾ പോലും വാങ്ങിക്കാൻ എൻ്റെ ജീവിതത്തിലാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്നും മാറി ഞാൻ ഡ്രൈവിംഗ് പഠിക്കണം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തന്നതാരാണ്? RCM ആണ് തന്നത്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തരിക മാത്രമേ എല്ലാവരും ചെയ്യുള്ളൂ. അത് നടത്തണമെങ്കിൽ നമ്മൾ RCM മാത്രമേ പറ്റുള്ളൂ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവസരമായിരുന്നു. മൂർത്തി സാറുണ്ട്, കണ്ടോ? മൂർത്തി സാറുണ്ട്, ഡയമണ്ട് ബട്ട് സാറുണ്ട്, എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട് കേട്ടോ. അന്ന് കുറെ എതിർത്തെങ്കിലും ഇന്ന് എൻ്റെ ബാക്ക് ബോൺ ആയിട്ട് ഇന്ന് രാവിലെയും പോരുന്ന സമയത്ത് എഴുന്നേറ്റില്ല എങ്കിലും ആ കാലൊന്ന് തൊട്ടിട്ട് തന്നെയാണ് ഞാനൊന്നും പോന്നിരിക്കുന്നത്. കാരണം അതെപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് എങ്കിലും മുന്നിലില്ല എങ്കിലും നമ്മുടെ പിന്നിലുണ്ട് അല്ലേ? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വളരെ സൈലന്റ് ആയിട്ടാണ് ഞാൻ RCM ചെയ്തത്. ഞാൻ ഇങ്ങനെ വലിയ ആളാകും. ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു, ഞാൻ എന്താ അന്നൊരു ലോയൽറ്റി ക്ലബ് ഉണ്ടായിരുന്നു, ഞാനൊരു എൻട്രി എടുക്കട്ടെ, എനിക്കൊരു 5000 രൂപ വേണം. അവിടെ പറഞ്ഞു കുറെ നെറ്റ്വർക്ക് വന്നതാണ്, അവിടെ ഒരു പൈസയും ഞാൻ തരൂല, നമ്മൾ ചെയ്യാതിരിക്കുക. ഞാൻ നല്ലൊരു കമ്മല് വേറെ പുറത്തുനിന്ന് ഇമിറ്റേഷൻ വാങ്ങിച്ചിട്ടിട്ട് എൻ്റെ കമ്മല് പണയം വെച്ച് ഞാൻ സാധനം എടുത്തു. സംഭവം നടന്നോ? എനിക്ക് കാശ് കിട്ടിയപ്പോൾ കമ്മല് ഞാൻ വാങ്ങിച്ചിട്ടു. RCM എന്തെങ്കിലും ചെയ്താൽ പൈസ നമുക്ക് കിട്ടൂലേ, നമുക്ക് ധൈര്യമായിട്ട് വെക്കാലോ എന്ന് ഞാൻ പണയം വെക്കാൻ പോകല്ലേ കേട്ടോ. ഇന്ന് അതിൽ ബാലൻസ് ഉണ്ട്. ഹേമന്ത് സാർ പറയുന്ന പോലെ ബാങ്ക് ബാലൻസ്. ഇതെവിടെ നിൽക്കുന്നതെന്ന് അറിയാവോ രമ്യ മാഡം?
ഇത് ബാങ്കോക്കിലാണ്, തായ്ലൻഡില് മാരിയറ്റ് ഹോട്ടലിലെ 31ാമത്തെ ഫ്ലോറിലുള്ള ഫോട്ടോയാണ്. ആ ഷോപ്പിന്റെ ആ പുറത്ത് ഇരുന്ന് പഠിച്ച് RCM ചെയ്ത് ഇവിടെയൊക്കെ മാരിയറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മൾ കാണിച്ചാൽ തീരൂല, അതൊന്നും ഒരാളടുത്ത് പറയാൻ പറ്റൂല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഫോട്ടോയിൽ പോലും ഞാൻ കാണാത്ത, അതല്ല എങ്കിൽ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത അത്രയും സൗഭാഗ്യം അവിടെ പോയിട്ട് നമുക്ക് കിട്ടിയത്. തായ്ലൻഡിൽ പോയാൽ എത്ര രൂപ ഞാൻ കൊടുത്തു? എത്ര രൂപ കൊടുത്തു? ഒരു ബോട്ടിൽ വെള്ളം പോലും വാങ്ങിച്ചില്ല സുഹൃത്തുക്കളെ. പൈസ കൊടുത്തിട്ട്, നമ്മളെ കാശ് കൊടുത്തിട്ട് ഒരു ബോട്ടിൽ വെള്ളം പോലും അവിടുന്ന് വാങ്ങി കുടിച്ചിട്ടില്ല. എൻ്റെ മോളെയും പാസ്പോർട്ട് എടുത്ത്, ബസ്സിന് കയറാൻ അറിയാത്ത, ട്രെയിനിൽ യാത്ര ചെയ്യാൻ അറിയാത്ത ഞാൻ പാസ്പോർട്ട് എടുത്ത് തായ്ലൻഡിൽ പോയി. അവിടെ 2-3 ദിവസം, 4 ദിവസം നമ്മൾ അടിച്ച് പൊളിച്ചിട്ട് പോന്നു. ആദ്യം നിൽക്കുന്ന ആ തള്ളയാണോ ഈ നിൽക്കണേ? ആ പുറത്തിരുന്നാണോ നിൽക്കണേ? ഇത് വേറെ ആരും എടുത്ത് അയച്ചു തന്നതാ, സെൽഫി എടുക്കുകയാണ്. ഇത് എവിടെയാ അറിയാം? ഗുജറാത്തിൽ നമ്മളെ അംബേദ്കർ പ്രതിമ അല്ലേ? അംബേദ്കർ അല്ല, പട്ടേൽ പ്രതിമ, അതിന്റെ മേലെ, അതിന്റെ അവിടെ എന്തൊക്കെ മാറ്റി RCM മാറ്റി, സമ്പത്ത് തന്നു, അംഗീകാരങ്ങൾ തന്നു, യാത്രക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി, നമ്മളെ ഡ്രസ്സിങ്ങും ടോട്ടൽ RCM നമ്മളെ എന്താക്കും? ട്രാൻസ്ഫോമിങ് ലൈഫ്സ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ പറയുന്നുണ്ടെങ്കിൽ നടപ്പിലാകുന്നത് എവിടെയാ? RCM-ൽ തന്നെയല്ലേ? ഇതാണ് എൻ്റെ കൊച്ചു കുടുംബട്ടോ. ഇത് ഞങ്ങള് ഒരു മൂന്നാർ ട്രിപ്പ് നടത്തിയിരുന്നു കുടുംബമായിട്ട്. ഒരു 4 ദിവസം ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു. സ്വന്തം കാറ് വാങ്ങിച്ച് സ്വന്തം കുടുംബത്തിനൊപ്പം മൂന്നാറിൽ പോയി അടിപൊളിയായിട്ട് ഒരു 4 ദിവസം ഞങ്ങൾ അവിടെ താമസിച്ചു. ഈ സൗഭാഗ്യം ആര് തന്നതാ? എൻ്റെ RCM തന്നല്ലേ? അല്ല എങ്കിൽ കുടുംബമായിട്ട് ഒരു 4 ദിവസം മൂന്നാറിൽ പോയിട്ട് ഇങ്ങനെ സന്തോഷകരമായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് എൻ്റെ വണ്ടീൻ്റെ സൺറൂഫ് തുറന്ന് അതിൻ്റെ മേലെ കൂടെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ മോളിനോട് പറഞ്ഞു, അമ്മ എന്താ അമ്മ ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും? ഞാൻ പറഞ്ഞു, ആര് വിചാരിച്ചിട്ട് എനിക്കെന്താ? ആര് കണ്ടാൽ എന്ത് വിചാരിക്കും തോന്നിയ ഈ യാത്ര നടക്കൂലായിരുന്നു, ഇതേപോലെ വാങ്ങാനും പറ്റൂലായിരുന്നു. പിന്നെ മോൾക്ക് നാണം തോന്നുന്നുണ്ട് എങ്കിൽ അമ്മനെ പോലെ ഇതേപോലെ ഒന്ന് വാങ്ങിച്ചിട്ട് പറയണ്ടേ? സ്വന്തം അധ്വാനിച്ചിട്ട് ഇതേപോലെ ഒരു വണ്ടി വാങ്ങിയിട്ട് നാണം കെട്ടെന്ന് പറയാൻ പറ്റും? അതല്ല അമ്മ താഴെ നിന്ന്. ഞാൻ പറഞ്ഞു, നീ ഒന്ന് കയറി നോക്കും. പിന്നെ അവള് ഇറങ്ങിയില്ല, അവൾ അവിടെ നിന്നാണ് എല്ലാ കാഴ്ചയും. പിന്നെ ഇനി തല പൊക്കി നോക്കാൻ എന്നെ സമ്മതിച്ചില്ല. കാരണം അതൊക്കെ ജീവിതത്തിൽ എല്ലാവരും ചോദിക്കും, എന്തിനാ സൺറൂഫുള്ളത് വാങ്ങിച്ച്? നമ്മളെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ മറ്റൊരാൾ നടത്തിത്തരും എന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ പറ്റുമോ? ആര് നടത്തണം? നമ്മളെ ജീവിതത്തിലെ ആഗ്രഹം നമ്മൾ ഈ ജന്മത്തില് നടത്തണം. അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിയത്. ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നാളെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളെ മക്കളോ പേരക്കുട്ടികളോ ഒക്കെ ചോദിക്കും, അന്ന് നിങ്ങൾ RCM-ൽ വന്നിട്ട് എന്തുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞില്ല, എന്തുകൊണ്ട് RCM ചെയ്തില്ല നമ്മളോട് ചോദിക്കും എന്നുള്ളത് നോക്കി ആരൊക്കെയാ നിൽക്കണമെന്ന്. കറുകുറ്റിന്ന് എനിക്ക് എൻ്റെ ടെക്നിക്കൽ അച്ചീവേഴ്സ് മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് കേരളത്തിലെ ഈ ഒരു ട്രോഫി കിട്ടിയത്. അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. അതൊരിക്കലും നമുക്ക് ഒരു വലിയൊരു സന്തോഷം എന്നാണോ പറയേണ്ടത്, ഒരു കരുതലും. അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷം, എനിക്ക് ഈ ട്രോഫീനേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഡൽഹിയിൽ യാത്ര. ഈ ഒരു വിമൻസ് ഡേയിൽ 2023 അല്ലേ എന്നെ മാഡം, വിമൻസ് ഡേയിൽ പോകണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. അവാർഡ് ഉണ്ടെന്ന് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോഴിക്കോട് നിന്ന് സുജിത് സാറിന്റെ ഭാര്യ, ഹേമന്ത് സാറിന്റെ ഭാര്യ, ഞങ്ങൾ സഫയർ മൂത്ത് സാറിന്റെ വീട്ടിൽ വന്ന് താമസിച്ച് അവിടെ എത്തി. എൻ്റെ അടുത്ത് മൂത്ത് സാർ പറഞ്ഞില്ല, മൂത്ത് സാറിന് ഈ വിവരം കിട്ടിയ സമയത്ത്. പിന്നെ വന്നിട്ട് രണ്ടാളും എനിക്ക് സ്പെഷ്യൽ ഷെയ്ക്കാനൊക്കെ തരുന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും നിൽക്കുന്ന സമയത്ത് എനിക്കൊരു സ്പെഷ്യൽ ഷെയ്ക്കാൻ എന്തിനാണ്? ഇപ്പൊ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഷാ മാഡം നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നിങ്ങൾക്ക്. എന്തേ സാറേ? നാളെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ഒരു അവാർഡ് ഉണ്ട്. എങ്ങനെ ഉണ്ടാവും? അടിച്ചു മോനെ എന്ന് ലോട്ടറി എന്ന് പറഞ്ഞ മാതിരി എന്തായിരിക്കും കഥ എൻ്റെത്? ഓൾ ഇന്ത്യ പ്രോഗ്രാമിൽ ഈ ഒരു സൗത്ത് ഇന്ത്യനെ ബേസ് ചെയ്തിട്ട് ആ പാവം വീട്ടമ്മയ്ക്ക് ആ ഇതിന് പുറത്തിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ
റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, വിശ്വസിക്കാൻ പറ്റുമോ? എന്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആർസിഎമ്മിനോടൊപ്പം ചേർന്ന് നിന്നത് കൊണ്ട് മാത്രം കിട്ടിയതാ. മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് അവരെന്ത് എന്താ പറയാ, ആളുകൾ തളർത്തിയ സമയത്ത് ഞാൻ ആർസിഎം വിട്ടുപോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെയായിരിക്കായിരുന്നു? ഇന്ന് ഞാൻ വല്ല ഒരു ഒഴിവുണ്ട് എങ്കിലും വീട്ടിൽ വിറക് ശേഖരിച്ചിരിക്കുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ പോയിട്ട് അവിടെ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന, അത് മക്കളൊക്കെ കഷ്ടപ്പാടും ദുരിതവും ഇങ്ങനെ എന്തിനാ ഈ ജന്മം തന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളായി മാറില്ലായിരുന്നോ? നമ്മൾ തോൽക്കാൻ പാടുണ്ടോ? ആർസിമാര് തളരാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ പിടിച്ചു നിൽക്കണം. ശക്തി, നമ്മളെ പവർ എന്ന് പറയും. എൻ്റെ വീട്ടിൽ പറയും, അമ്മ ഭക്ഷണം കഴിക്കും, അത് കുഴപ്പമില്ല, അമ്മയ്ക്ക് ഭക്ഷണം വേണ്ട, അമ്മക്ക് വിശന്ന അമ്മ 2 ചെറിയ ആർസിയും പറഞ്ഞോളൂ. ഇല്ലേ? വിശപ്പ് മാറൂലേ നമുക്ക്? 2 പ്രാവശ്യം നിങ്ങൾ മനസ്സറിഞ്ഞ് ജയാർസിയും പറഞ്ഞു നോക്കി. ക്ഷീണം ഉണ്ടാവില്ല, വിശപ്പ് ഉണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതിന് ആ ഒരു അക്ഷരത്തിന് അതൊക്കെ മാറ്റി നിർത്താനുള്ള ഒരു പവർ ഉണ്ട്. അത് ആ ഒരു മന്ത്രമായിട്ട് നമ്മൾ സ്വീകരിച്ച് ആ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് അത് നമ്മൾ പാലിക്കണം. ഇത് ഉരുവിട്ട് നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് വല്ല കാര്യം ഉണ്ടോ? ഒരു കാര്യമില്ല. ഇതെവിടെയാ നിൽക്കണേ? ബിൽവാരയില്ലേ? എൻ്റെ കൂടെ നിൽക്കണ ആരാ? എന്നെങ്ങനെ മോൾഡ് ചെയ്തിരിക്കുന്ന എൻ്റെ ലീഡേഴ്സ് അല്ലേ? അവിടുന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന ആ കുപ്പയിൽ കിടന്ന് എന്നെങ്ങനെ ഉറച്ച് മിനുക്കി ഇന്ന് എല്ലാത്തിനും പ്രാപ്തിയുള്ള ആളാക്കി മാറ്റിയത് ആരാണ്? ഇവരാണ് എന്നെ ഈ മാറ്റിയത്. ഇപ്പൊ നമ്മൾ ലീഡേഴ്സിന്റെ വാക്കുകൾ കേട്ട് ഇറങ്ങിയാല് തീർച്ചയായിട്ടും നമ്മൾ മാറും. നമുക്ക് മാറാനുള്ള ഒരു വേദിയാണ് ഇവിടെ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഒരു ഫോട്ടോ ലാസ്റ്റ് ആയി പോയതാണ്. പട്ടായ പോയി ഉണ്ടാവുന്ന ഒരു സംശയം തോന്നുന്നില്ലേ? ലാസ്റ്റ് ആയോ? ഇനി ഇപ്പൊ എന്താ കഥ? ആഹാ, കണ്ട നിപ്പ് കണ്ട, അതിൽ നിന്ന് എത്ര മാറിപ്പോയി. ഇപ്പൊ ഒന്നിനെയും പ്രശ്നമല്ലേ? എന്തിനേയും തടയാൻ എന്തുണ്ട്? എൻ്റെ ആർസിഎം ഉണ്ട് അല്ലേ? എന്തിനേയും നേരിടാൻ, എന്തിനേയും തടയാൻ, എന്ത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ എൻ്റെ ആർസിഎം എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ജീവിതം വളരെ ഹാപ്പിയാണ്. ഗോവയിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ്. ശരിക്കും ഒരു താങ്ക്സ് സുയിസാറിൻ്റെ അടുത്ത് പറയാം. സുയിസാറിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇത്. എപ്പോഴും ഞാൻ എടുത്തു നോക്കും. എൻ്റെ ലാപ്പിൻ്റെ സ്ക്രീനും ഇത് തന്നെയാണ്. കാരണം ഇത്രയ്ക്ക് ഹാപ്പിയാണ് എൻ്റെ ജീവിതം. അന്ന് രാവിലെ എഴുന്നേറ്റ് പോകുന്ന കഷ്ടപ്പെടുന്ന ഷൈമയല്ല അന്ന്. ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? ഞാൻ ഒന്ന് ഗസ് ചെയ്തേ. എത്ര മണിക്ക് എഴുന്നേൽക്കും? 4:30 മണിക്ക് എഴുന്നേൽക്കും. 4:30 മണിക്ക് എഴുന്നേറ്റാൽ 5:30 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലുള്ള അത്യാവശ്യം രാവിലെ കഴിക്കേണ്ട സാധനങ്ങളൊക്കെ ആക്കി ചോറ് റൈസ് കുക്കറിൽ വെച്ച് 6 മണി 6:15 ഹസ്ബൻഡിന് പോകണം. ഞാൻ 5:45 എവിടെ എത്തും? ജിമ്മിലെത്തും. പാവാട ബ്ലൗസ് ഇട്ടാണ് പോകുന്നത്. കീറിയ നൈറ്റി ഇട്ട് നടന്നതാണ്. നല്ല ട്രാക്ക് സ്യൂട്ടൊക്കെ ഇട്ട് അല്ലേ രമ മേഡം? വീട്ടിലൂടെ കീറിയ നൈറ്റി ഒക്കെ ഇട്ട് നടന്ന ആളല്ലേ? ഇന്ന് രാവിലെ 5:45 എഴുന്നേറ്റ് ട്രാക്ക് സ്യൂട്ടൊക്കെ ഇട്ട് സ്വന്തം കാറും എടുത്ത് വീടിന്റെ മുറ്റത്ത് നിന്ന് ജിമ്മിലേക്ക് പോകും. 7 മണി 7:30 മണി വരെ ജിമ്മിലാണ്. ജിമ്മാണ് കേട്ടോ. നിങ്ങൾ കളിക്കാൻ വരണ. അപ്പോൾ കാരണം എന്താണെന്നറിയോ? ആദ്യം മാറ്റം കൊണ്ടുവരുന്നത് നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ട് കാര്യമില്ല. നമ്മളെ നാട്ടുകാർ കാണണം. നാട്ടുകാര്, വീട്ടുകാരും കുടുംബക്കാരൊക്കെ കാണണം. നമ്മളെ ജീവിതം മാറി മറിഞ്ഞിട്ട് നമുക്ക് പ്രാപ്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൈസ വെച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് വീട്ടിലിരിക്കുകയല്ല. നമ്മൾ കാണിച്ചു കൊടുക്കണം എൻ്റെ ജീവിതം മാറി. ഇന്ന് ചുറ്റുമുള്ള ആളുകൾ എന്നെക്കാൾ വരുമാനം വാങ്ങിക്കുന്ന 1,00,000 മേലെ വരുമാനം വാങ്ങിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയീസ് എൻ്റെ നാട്ടിലുണ്ട്. അവരെ പൈസ മുഴുവൻ എങ്ങോട്ടാ പോകുന്നത്? ഹോസ്പിറ്റലിലേക്ക് അവർ പോകുന്നത്. അവര് സ്വന്തമായിട്ട് വണ്ടി വാങ്ങി ഡ്രൈവ് ചെയ്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവരാരെങ്കിലും ഒക്കെ വണ്ടി വിളിച്ച് പോകുന്നതേ കണ്ടിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കൂടെ കയറി പോകും. ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇനി 55 വയസ്സായാൽ അവരെ വരുമാനം കൂടുകയോ കുറയോ? പിന്നെ അവർക്ക് ജീവിക്കണ്ടേ? പെൻഷൻ കിട്ടിയ പൈസ എടുത്താൽ ഒരസുഖം വന്ന് 4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? എൻ്റെ കഥ എന്താണ്? 55 വയസ്സ്, ഇപ്പൊ 50ാമത്തെ വയസ്സാട്ടോ. 50 വയസ്സ് നന്നായി സെലിബ്രേറ്റ് ചെയ്തു. ഞാൻ ആദ്യം ഈ പ്രാവശ്യം എൻ്റെ 50 വയസ്സ് വലിയ സെലിബ്രേഷൻ ആയിരുന്നു. ആദ്യത്തെ കേക്ക് കട്ട് ചെയ്തത് എൻ്റെ ജിമ്മിൽ നിന്ന് തന്നെയാണ്. അത് എൻ്റെ മോളെ ഒരു ആഗ്രഹമായിരിക്കും അമ്മ എന്നും ഓർമ്മിക്കാൻ അമ്മയ്ക്ക്. കാരണം 50ാമത്തെ വയസ്സിൽ നമ്മൾ
കേക്ക് ജീവിതത്തിൽ കുട്ടിക്കാലത്തൊന്നും കേക്ക് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് ആര് കേക്ക് വാങ്ങിച്ചു തരാനാ? ഇന്ന് ജിമ്മിൽ പോയി രാവിലെ തലേ ദിവസമൊക്കെ റെഡിയാക്കി വെച്ച് ജിമ്മിൽ നിന്ന് ആദ്യത്തെ കേക്ക് കട്ട് ചെയ്തു. വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, കേക്ക് അവിടുന്ന് കട്ട് ചെയ്തു. എൻ്റെ സഹോദരൻ പിറ്റേ ദിവസം വിളിച്ചു, അന്ന് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് പിറ്റേ ദിവസം വിളിച്ച് നാളെ ഒന്ന് വീട്ടിലേക്ക് വരണം, മോന് കോതമംഗലം കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഇവ എൻ്റെ പിറന്നാളും കഴിഞ്ഞാലേ ഇപ്പോൾ ബർത്ത്ഡേക്ക് എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വാന്ന്. ഞാൻ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് മുറ്റം മുഴുവൻ പന്തലിട്ടിട്ടുണ്ട്, ആളുകളൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നു. ഞാൻ വിചാരിച്ച മോന് കൊടുക്കാനുള്ള സാധനമായിട്ടേക്ക്. പിന്നെ അത് എന്താ പറയാ, പിന്നെ ഒന്നും ഞാൻ കണ്ടില്ല. ഒരു 10-70 ആളുണ്ടായിരുന്നു, ഒരു റൂം മൊത്തം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഏകദേശം ഇത്രയും വലിയൊരു കേക്കൊക്കെ കൊണ്ടുവന്ന് എനിക്കുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി എന്നെ അവിടുന്ന് കേക്ക് കട്ട് ചെയ്ത് ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടി. ആസിമിലല്ലായിരുന്നെങ്കിൽ എൻ്റെ ആങ്ങള എന്നെ അങ്ങനെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും എൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്യായിരുന്നു. ഒരിക്കലും ചെയ്യില്ല. ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ എന്താണെന്ന് അറിയോ, ഹാപ്പി ബർത്ത്ഡേ എല്ലാവരോടും പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞ ജയ ആർസിയം എന്നാണ്. കാരണം ആ ഒരു ജയ ആർസിയം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു എന്നെ കെയർ ചെയ്യുന്നതും എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് വില തരുന്നതും നാളെ അവനൊന്ന് ചരിഞ്ഞു പോയാൽ താങ്ങാനുള്ള പ്രാപ്തി ആർക്കുണ്ട്? എൻ്റെ ചേച്ചിക്കുണ്ട്. ആർസിയമിലേക്ക് വന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും ആർസിയം നല്ലതാണ്. ഷൈമ രക്ഷപ്പെടും. അങ്ങനെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലേ, നമുക്ക് ഷൈമ രക്ഷപ്പെടും. ചേച്ചിക്ക് അതൊക്കെ പറ്റും, എനിക്ക് പറ്റൂല. 22 വർഷം സമയം സാറേ, കുഴപ്പമില്ല, സമയത്തിന് പ്രശ്നമില്ല. 22 വർഷം ഗൾഫിൽ നിന്നു തിരിച്ചു വന്ന അറബി എന്ത് കൊടുക്കും? എന്തേ കൊടുക്കും? എന്നിട്ട് ജീവിതത്തിന്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള 22 വർഷം ഗൾഫിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നാല് അറബി 22 കൊല്ലം നിന്റെ ഇവിടെ നിന്നല്ല മാസത്തിലൊരു പെൻഷൻ എങ്കിലും തരാന്ന് പറയോ? ഒരു പ്രാവശ്യം വന്ന് ഇവിടെ ഒരു കോഴി ഫാം ഉണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ഒരു കൃഷി ഫാം ഉണ്ട്, മൂന്നാമത്തെ ഓരോ ആദ്യമൊക്കെ വന്നു പോയി, പിന്നെ നിർത്തിപ്പോരാന്ന് പോരുന്ന. ഇപ്പൊ വന്ന് ഇവിടെ ഒരു ഹോട്ടലാട്ട്. ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ എല്ലാ സാധനവും കൊണ്ട് കൊടുക്കായിരുന്നു. ഇപ്പൊ പിന്നെ കൊടുക്കുകയില്ല കേട്ടോ. കാരണം എൻ്റെ അനിയനാണ്, എന്നെ നല്ലത് വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറയാനല്ലേ പറ്റുള്ളൂ, ഒരാളെ മാറ്റാൻ നമുക്ക് പറ്റൂല. വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് പോവുക. ഞാൻ എത്ര വർഷം ആർസിയം ചെയ്തു? പാർട്ട് ടൈമറായി. ഇന്നും ഞാൻ എൻ്റെ ഷോപ്പിൽ ഇന്നും ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്. 18 വർഷമായി. ഇന്ന് ഡെയിലി 500 രൂപ ഒരു എന്താ പറയാ ഡെയിലി വേജസ് കൊടുത്ത ഒരു സ്റ്റാഫിനെ ആക്കിയിട്ടാണ് ഞാൻ മീറ്റിങ്ങിന് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും പെയ്ഡ് സ്റ്റാഫിനെ വെച്ചാലും എന്നെ ഞാനാക്കി ആ കസേരയിൽ ഇന്നും ഇരുന്നു കൊണ്ടാണ് ഞാൻ ആർസിയം ചെയ്യുന്നത്. അവന്റെ മാതിരിയാണോ 8 വർഷമായിട്ട് പാർട്ട് ടൈം ആയിട്ട് ആർസിയം ചെയ്തിട്ട് ഞാൻ ഇന്നൊരു സ്റ്റാഫാണ്. ഞാൻ ഇനി വീട്ടിലിരുന്നാലും കിട്ടുമോ കാശ്? കുറയോ കൂടുവോ? കൂടൂലേ? അപ്പൊ ഗൾഫിലേക്ക് എന്തിനാ പോകുന്നത്? നമ്മളെ ആയുസ്സും ആരോഗ്യവും ഒക്കെ നശിപ്പിച്ച് അറബിക്ക് നമ്മളൊരു നല്ല കാലഘട്ടം മുഴുവൻ അവിടെ പോയി പണിയെടുത്തിട്ട് പോരുന്ന ആളുകളാണ്. നമ്മൾ മക്കളെ പറഞ്ഞു വിടുന്നത് അങ്ങോട്ടാ. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കോതമംഗലം ഭാഗത്ത് ഒരു ഷോപ്പ് തുടങ്ങിയ സമയത്ത് 300 വീട്ടിൽ കയറി. ഞങ്ങൾ എത്ര വീട്ടിൽ കയറി? ഒരു ഷോപ്പിന്റെ ക്യാമ്പയിൻ വർക്കിൽ 300 വീട്ടിൽ പോയി. 90 വീട്ടിലെ ആളുള്ളൂ. 300 വീട്ടിൽ പോയിട്ട് 90 വീട്ടിലെ ആളുള്ളൂ. ബാക്കിയൊക്കെ എവിടെയാ? പ്രായമായ അമ്മയും അച്ഛനും ഒക്കെ എവിടെ ഉണ്ട്? ബാക്കി എല്ലാവരും വിദേശത്താണ്. അവിടെ എന്നും നമ്മൾ ഒന്നാമനാണോ രണ്ടാമനാണോ വിദേശത്ത്? നമ്മളെ നാട്ടിലെ രാജാവാ നമ്മളില്ലേ? ഞാൻ അവരെ കുറ്റം പറയല്ലോ. ഓരോരുത്തരും കാശ് ഉണ്ടാക്കാൻ വേണ്ടി പോവാ. കാശ് മാത്രമാണോ നമുക്ക് ആർസിയം തരുന്നത്? ഞാൻ എപ്പോഴും പറയും, ഒന്ന് നന്നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തോടു കൂടെ ഞാൻ ചിരിച്ചത് ആർസിയമിൽ വന്ന, ഉള്ളിൽ നിന്ന് സന്തോഷം വന്നിട്ട് ചിരിച്ചത് ആർസിയമിൽ വന്നിട്ടാ. ആരോഗ്യത്തോടു കൂടെ എഴുന്നേറ്റ് നടന്നത്. ലോ പ്രഷർ ആയിരുന്നു, ലോ ഷുഗർ ആയിരുന്നു. 29 വയസ്സിൽ എനിക്ക് യൂട്രസ് എടുത്തതാണ്. ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പാടും പ്രാരാബ്ദവും തന്നെ അനുഭവിച്ചതാണ്. ഇന്ന് കഷ്ടപ്പാടും പ്രാരാബ്ദവും ബുദ്ധിമുട്ടും ഒന്നുമില്ല. ആ കൂടെ ഒരു അസുഖവും ഇല്ല, ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒരു സംഭവവും ഇല്ല. ഹിമോഗ്ലോബിൻ ലെവൽ 15 ആണ്.
അതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ ഈ ഒരു 50 വയസ്സിൽ 29 വയസ്സിൽ യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ 50 വയസ്സാകുമ്പോഴത്തേക്ക് ഏകദേശം ഏത് പരിവുണ്ടാവും ആള്? 50 വയസ്സാകുമ്പോഴത്തേക്ക് ഇന്ന് എനിക്ക് RCMനോട് എന്താ പറയുക, RCMലൂടെ നമുക്ക് ഒരുപാട് അവയർനെസ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. അന്ന് RCMൽ എത്തിയില്ല, ഇതേപോലെ അവയർനെസ് ക്ലാസ്സുകളില്ല, ഇതേപോലുള്ള ഉൽപ്പന്നങ്ങളില്ല. യൂട്രസിന് ഇൻഫെക്ഷൻ വന്നിട്ടാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ തുണി കട്ടിലിനടിയിൽ വിരിച്ചിട്ടിട്ട് ഉണക്കിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇൻഫെക്ഷൻ വന്നത്. ഇന്ന് നമുക്ക് അതിനുള്ള അവയർനെസ് RCMലൂടെ വരുമ്പോൾ എന്നെപ്പോലെ അനുഭവിക്കുന്ന ആളുകളൊന്നും ഇല്ല നമ്മളെ ഭൂമിയിൽ, നമുക്ക് തോന്നുന്നുണ്ടാവും. ഇന്നും ഉണ്ട് നമ്മളെ നാട്ടിൽ, ഇന്നും ഇതൊന്നും അറിയാത്ത ആളുകളിലേക്ക് നമ്മൾ ഈ ഉൽപ്പന്നങ്ങളും ഈ ഒരു അവയർനെസ്സും എത്തിക്കാൻ ആരാ നമ്മൾ ചുമതലപ്പെടുത്തിയ ആളുകൾ? ആരാ? ദൈവം ചുമതലപ്പെടുത്തിയതാണ്. നമ്മൾ TCG അങ്ങനെയാ പറയുന്നത് അല്ലേ? ദൈവം ചുമതലപ്പെടുത്തിയ ആളുകളാണ്, നിങ്ങളും ഞാനും അടങ്ങുന്ന ആളുകളാണ് ഈ കാര്യം സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇതേപോലെ ഹാപ്പി ആയിട്ട് നിൽക്കാനും ഹെൽത്തി ആയിട്ട് നിൽക്കാനും അതേപോലെ കുറെ ആളുകളിലെ മാറ്റം കൊണ്ടുവരാനും ഒക്കെ ഉള്ളൊരു അവസരം നമുക്ക് തന്നത്. ഇന്ന് ജീവിതം മുഴുവനായിട്ട് മാറി എന്ന് പറഞ്ഞാല് നിങ്ങൾ വിചാരിക്കും ഇനി ഒരു കഷ്ടപ്പാടും ഇല്ല. നേരത്തെ ബാബു സാർ പറഞ്ഞ പോലെ ഈ പൈസ കൊണ്ട് കിട്ടുന്നതാണോ RCM? ഇനിയുമുണ്ട് നമ്മളെ ആഗ്രഹങ്ങള്, ഇനിയുമുണ്ട് നമ്മളെ സ്വപ്നങ്ങൾ കിടക്കുക. പണ്ടത്തെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അന്നത്തെ ഷൈമേന്റെ സ്വപ്നങ്ങളായിരുന്നു. ഇന്നത്തെ ഷൈമേന്റെ നമ്മളെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ മാറുന്നതിനനുസരിച്ച് നമ്മളെ ആഗ്രഹങ്ങൾ മാറും, നമ്മളെ സ്വപ്നങ്ങൾ മാറും, നമ്മളെ ജീവിത രീതി മാറുന്നതിനനുസരിച്ച് സ്വപ്നങ്ങൾക്കൊക്കെ എന്ത് കൂടും? ഇത് തന്നെയാണ്. അപ്പൊ പവർ കൂടും. കുറച്ചുകൂടെ ഒരുപാട് സ്വപ്നങ്ങൾ ഇന്നുണ്ട്. എല്ലാത്തിനും കൈ നീട്ടിയ സമയത്ത് ഇന്നെല്ലാം ഇങ്ങനെ കൊടുക്കുന്ന ഒരാളായി മാറാൻ പറ്റി. അതേപോലെ ഇനി ഒരു ആഗ്രഹമുള്ളത്, മോളെ കല്യാണം കൂടെ എൻ്റെ RCMന്റെ കാശ് കൊണ്ട് നടത്തണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. ആഗ്രഹം മാത്രമല്ല, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചു. കാരണം സുജിത് സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, വരുമാനം ചെലവ് ചെയ്ത ബാക്കിയല്ല സേവ് ചെയ്യുക, സേവ് ചെയ്ത ബാക്കിയാണ് ചെലവ് ചെയ്യുക എന്നുള്ളത്. നമ്മളെ RCM എന്തൊക്കെ പഠിപ്പിക്കും, നമ്മളെ ലീഡർമാർ എന്തൊക്കെ പഠിപ്പിക്കും, എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കും, എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് പഠിപ്പിക്കും, എങ്ങനെ എക്സസൈസ് ചെയ്യണം, ഹെൽത്തി ആയിരിക്കണം എന്ന് പഠിപ്പിക്കും. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയാ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു കാര്യം RCMൽ വരുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം 2 കാര്യം 3 കാര്യം എന്നല്ല പഠിക്കുന്നത്. നമ്മൾ സമൂഹത്തിനോട് മുമ്പ് ഭയങ്കര ദേഷ്യമായിരുന്നു. 1 പറഞ്ഞാൽ 2 ഞാനും പറയായിരുന്നു, വിട്ടൊന്നും കൊടുക്കൂലായിരുന്നു. ഇന്ന് നമ്മൾ പറയുമോ? ഇന്ന് നമ്മൾ പറയൂല. നമ്മള് എന്താ പറയാ, മുമ്പ് ആരെയും കാണുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള മുഴുവൻ പറയായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നതാണോ കൂടുതൽ, കേൾക്കുന്നതാണോ കൂടുതൽ? കേൾക്കുന്നതാണ് നമ്മൾ കൂടുതൽ. ഇന്ന് നമ്മൾ ആലോചിക്കുന്ന എന്താണ്, ഇന്ന് നമ്മൾ ആരൊക്കെയോ റോൾ മോഡൽ ആക്കണം എന്ന് ആഗ്രഹിച്ച ഇന്ന് എന്നെ റോൾ മോഡൽ ആക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഞാൻ മോശമാവാൻ പാടുണ്ടോ? ഞാൻ ആരെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്? എന്നെ തന്നെ ഞാൻ ഡെവലപ്പ് ചെയ്ത് മാറ്റി മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊണ്ടുവരണം. ഇത് നമ്മൾക്ക് ഓർമ്മ വേണം. നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എൻ്റെ ചുറ്റുമുള്ള ആളുകൾ നോക്കുന്നത് എൻ്റെ അടുത്തേക്കാണ്. ഞാനേ നെഗറ്റീവായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്താ ചെയ്യാം? ചുറ്റുമുള്ള ആളുകൾ നെഗറ്റീവായിട്ട് പോകും. അപ്പൊ നമ്മൾ എന്തായിരിക്കും, എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ടീമിന്റെ ഭാഗം, നമ്മൾ RCMലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് മാനേജ്മെന്റാണ്. നമ്മളെ ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്ന സമയത്ത് എന്താവണം? RCMനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കണം. ഏറ്റവും കൂടുതലല്ല, എങ്ങനെ എന്ന് അതിനൊരു വാക്കില്ല അല്ലെ? RCMന്റെ ഒരു ഉൽപ്പന്നം, RCMന്റെ ഒരു സിസ്റ്റം, RCMന്റെ ഒരു നേട്ടം എല്ലാം RCMൽ നമ്മൾ സമർപ്പിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല അവിടെ. നമ്മളങ്ങോട്ട് മാറ്റി നിർത്തുക. അവിടെ RCMന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ജീവിതം ഒന്ന് മാറണം. ഫുഡോട്ടിന്റെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ വായിൽ വരുന്നുണ്ട്, വിശപ്പ് വരുന്നില്ലേ? ഇല്ല, എന്നെ കഴിച്ചിട്ട് വിശപ്പ് മാറുമോ? ഇത് കേട്ടാ വിശപ്പ് മാറുമോ? പക്ഷെ തീർച്ചയായിട്ടും ഞാൻ പറയാണ്, ഈ സമയത്ത് ഈ വിശപ്പ് മാറുന്നില്ല എങ്കിലും എൻ്റെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ, ഇത് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിങ്ങളെ തലമുറകളെ വിശപ്പ് മാറുമെന്ന് ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇനിയൊരു കഷ്ടപ്പാടുള്ള ഒരു തലമുറ നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ച് ആർസിഎമ്മിനോടൊപ്പം ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തരും, രമ്യ മാഡം അപ്പം ഞാൻ നിർത്തിക്കോട്ടെ, തീർച്ചയായിട്ടും വളരെ സന്തോഷവും അതിലേക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്തതിന്. അതുപോലെ സുലഭ് വണ്ടർ വേൾഡിനും ഗീതാ മാഡത്തിന്റെ ശക്തിയായി നിങ്ങൾ എല്ലാവരും നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഈ ഒരു വണ്ടർ വേൾഡ് എന്നും ഇതേപോലെ ഇതിനേക്കാൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഒരുപാട് ആളുകളെ ജീവിതം ഈ ഒരു വണ്ടർ വേൾഡിലൂടെ മാറി മറിയാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ചെയ്താൽ നാളെ നിങ്ങൾ കയറി നിന്നിട്ട് പറയണം, അന്ന് ശൈവമേടം പറഞ്ഞപ്പോൾ പറയൂലേ, അല്ലെങ്കിലും പറയോ? ഉറപ്പാണോ? എനിക്കും ചെയ്തുകൂടെ എന്ന് തോന്നിയെന്ന് പറയൂലേ? അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ദിവസവും തന്നെയായി. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ജയ ആർസിഎം.